BJP ഒരു കമ്മ്യൂണിറ്റിക്കും എതിരല്ല. അപ്പോൾ ഒരു ട്രൂ സ്റ്റോറിയാണ് അവിടെ ഡെപ്പിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. അപ്പം അതിന്റെ സത്യസന്ധതാപരമായിട്ട് ആ കാര്യം അവതരിപ്പിക്കണം. രാത്രിയിൽ കുഞ്ഞുങ്ങളെ അടക്കം ഫ്ലാറ്റിൽ നിന്ന് CPM ഇറക്കി വിട്ടു എന്നാണ് പറഞ്ഞത്. അത് ഈ കേരളത്തിലെ രാഹുൽ ഗാന്ധി BJP കൈകോർത്ത് കേരളം ഭരിക്കുന്നു. വാട്സപ്പിൽ കൂടെ 3 തലാക്ക് അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പെണ്ണിന്റെ ജീവിതം അവിടെ തീരുകയാണ്. കാരണം വോട്ട് ബാങ്ക് പൊളിറ്റിക്സിന് വേണ്ടിയിട്ട് ഇന്നലെ നിൽക്കുന്ന കോൺഗ്രസ്സുകാരോ കമ്മ്യൂണിസ്റ്റുകാരോ അതിനെ എതിർക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതിനൊരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ടോ BJP യൂണിഫോം സിവിൽ കോഡ് പോലുള്ള എനാക്ട്മെന്റുകൾ നടത്തുമ്പോൾ BJP-നെ ന്യൂനപക്ഷ വിരുദ്ധരും വേട്ടക്കാരൊക്കെ ആക്കി ചിത്രീകരിക്കും. K. കരുണാകരനെയൊക്കെ നമുക്ക് എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷ് സ്പീച്ചുകൾ കേരള നിയമസഭയിൽ മുഴങ്ങിയിട്ടുള്ളതാണ്. ഒരു മീഡിയ പ്രൊപ്പഗൻഡയുടെ ഭാഗമായിട്ട് അത് സ്പ്രെഡ് ചെയ്താണ്, വിത്ത് ഇന്റൻഷൻ അങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നതാണ്. BJP സബ്കാ സാത്ത് സബ്കാ വികാസ് സബ്കാ വിശ്വാസ്. ഹലോ എവ്രി വൺ, വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. അപ്പോൾ ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് ലീഡിംഗ് BJP ആക്ടിവിസ്റ്റായ അഡ്വക്കേറ്റ് ഹരിഗോവിന്ദാണ്. വെൽക്കം. താങ്ക് യു. എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മളൊരു ഫസ്റ്റ് ടൈമാണ് ഒരു ഹൈക്കോർട്ട് അഡ്വക്കേറ്റ് ആയിട്ടൊരു ഇൻ്റർവ്യൂ. എന്താണ് ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ എല്ലാം? കറണ്ട് സിറ്റുവേഷൻ എന്താണെന്നുള്ളതിനെ പറ്റിയിട്ട് ഞാൻ തന്നെ നിങ്ങളെപ്പോലുള്ള മാധ്യമ പ്രവർത്തകർക്ക് ഇപ്പോൾ വിശദീകരിച്ച് തരേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഡേ ടു ഡേയിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്നും ഇപ്പം അൺവാണ്ടഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം യൂഷ്വലി അതിനെ പറ്റിയിട്ട്. ഞാൻ ഇതിനെ പറ്റിയിട്ട് വലിയൊരു എക്സ്പ്ലനേഷൻ തരേണ്ട ആവശ്യമില്ല, എസ്പെഷ്യലി നിങ്ങളെ പോലെയുള്ള മാധ്യമ പ്രവർത്തകർക്ക്. അതെ, ഇപ്പം ഞാൻ കുറേ ദിവസമായിട്ട് ന്യൂസൊക്കെ കാണുമ്പോൾ എടുത്തൊരു ഇപ്പോൾ അടുത്തായിട്ട് ഇപ്പോൾ ഇനാക്ട് ചെയ്തൊരു ബില്ലാണ് ഈ വഖഫ് ബോർഡിൻ്റെ ബില്ല്. അപ്പോൾ അത് ശരിക്കും എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ? ഇപ്പം അടിസ്ഥാനമായിട്ട് വഖഫ് എന്ന് പറയുന്നത് നമ്മുടെ അൺകണ്ടീഷണൽ ഡെഡിക്കേഷനാണ്. റിലീജിയസ് പർപ്പസിന് വേണ്ടിയിട്ടുള്ള അൺകണ്ടീഷണൽ ഡെഡിക്കേഷനെയാണ് വഖഫ് എന്ന് പറയുന്നത്. ഇപ്പം ഒരു ഇസ്ലാം മത ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തി തൻ്റെ സ്വത്ത് അള്ളാഹുവിലേക്ക് ഡെഡിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് വഖഫ് എന്ന് പറയുന്നത്. വഖഫ് ചെയ്യുന്ന വ്യക്തിയെ വഖീഫ് എന്നാണ് അറിയപ്പെടുന്നത്. ആ സ്വത്ത് പിന്നെ വഖഫ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അതൊരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിലാണ് പോകുന്നത്. മുത്തവലി എന്ന് പറയുന്ന ആളാണ് ഈ പ്രോപ്പർട്ടിയുടെ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. അപ്പം സോ അങ്ങനെ ഒരു സിസ്റ്റമാണ് ഈ വഖഫ് എന്ന് പറയുന്നത്. റിട്ടേൺ ആയിട്ടൊന്നും ഉണ്ടാവില്ല. ബേസിക്കലി റിട്ടേൺ എന്ന് പറയാനുള്ള രീതിയിൽ പണ്ട് ഇപ്പം നമ്മളിപ്പം ഈ വഖഫ് ബില്ല് നമ്മൾ ചർച്ച ചെയ്യപ്പെട്ട സമയത്ത് തന്നെ നമ്മൾ പല ഇഷ്യൂസും നമുക്ക് ഇതുമായി കണക്ട് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇപ്പം റീസെന്റ് ആ ഇഷ്യൂ സമയത്ത് നമ്മുടെ സൂററ്റ് മുനിസിപ്പൽ കോർപ്പറേഷന്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. പണ്ട് 1800 ഐ തിങ്ക് എൻ്റെ ഓർമ്മ ശരിയാണ്, 800 എന്നാണ്. ഒന്നുകൂടി നമുക്ക് നോക്കാം. 1800 ഹജ്ജിന് പോകുന്ന ആളുകളുമായി ബന്ധപ്പെട്ട ഒരു എന്താ പറയുക, ഒരു ഇത് നിൽക്കുന്ന സ്ഥലമാണ് ഈ ഹജ്ജുമായിട്ട് ബന്ധപ്പെട്ട കർമ്മങ്ങൾ ചെയ്ത് സരായ് നൽകുന്ന സ്ഥലമായിരുന്നു ഈ ഗുജറാത്ത് സൂറത്ത് മുനിസിപ്പൽ കോർപ്പറേഷന്റെ ഗ്രൗണ്ട്. അത് ആ സമയത്ത് വഖഫ് ചെയ്യപ്പെട്ടു എന്ന് ആ ഒരു ക്ലെയിം ഉയർത്തിക്കൊണ്ട് പിന്നീട് വഖഫ് ബോർഡ് ആ സ്ഥലം ക്ലെയിം ചെയ്യേണ്ട ഒരു കോൺട്രവേഴ്സ്യൽ ഇഷ്യൂ നിലനിന്നിരുന്നു. അപ്പോൾ വൺസ് അപ്പോൺ എ ടൈം നമ്മൾക്ക് പൂർവികരിൽ നിന്ന് നമ്മൾ കേട്ടറോ അങ്ങനെ എന്ത് വഖഫ് ചെയ്യപ്പെട്ടു യാതൊരു രേഖകളിലെ അടിസ്ഥാനമില്ലാതെ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് രേഖകളില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ ഇത് ഓറലി ആയിട്ട് വരുന്നോണ്ട് നമുക്കിപ്പോ ഇങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ വഖഫ് ചെയ്യപ്പെട്ടു എന്നുള്ള എവിഡൻസ് ഒന്നുമില്ലല്ലോ. അപ്പൊ ശരിക്കും നമ്മുടെ നിയമത്തിൽ അത് നിലനിൽക്കോ ഇങ്ങനൊരു കാര്യം ചെയ്യുമ്പോഴൊക്കെ? ബേസിക്കലി പേഴ്സണൽ ലോ ആണ്. നമ്മളിപ്പം അതുമായിട്ട് കണക്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് എല്ലാവരും ഇപ്പം ക്രിമിനൽ ഒഫൻസസ് ചെയ്യുന്ന സമയത്ത് നമ്മളെല്ലാവരും
ഇപ്പൊ നിലവിൽ BNS, അതിന് മുന്നേ IPC, CRPC, BNS, ഒക്കെ നമ്മളിപ്പോ ഒരു കൊലപാതകം ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ ഇന്ത്യയിലെ മുഴുവൻ പൗരന്മാർ, ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം, സിഖ്, ജെയിൻ, പാഴ്സി, സോ ആൻഡ് സോ എവരിബഡി, ഇവരെല്ലാവരും ഫോളോ ചെയ്യുന്നത് ആ ക്രിമിനൽ നിയമമാണ്. പക്ഷേ സിവിലിലേക്ക് വരുന്ന സമയത്ത് പേഴ്സണൽ ലോ എൻ്റർലി ഡിഫറെൻ്റ് ആണ്. മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ലോ ആണ്. അതേപോലെ സെയിം ആണ് ഈ വഖഫ് കണക്ട് ചെയ്യുന്ന സമയത്ത്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഹിന്ദു മതം ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അപ്പം എനിക്ക് എൻ്റെ വസ്തുക്കളോ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു തർക്കം ഉണ്ടാകുമ്പോൾ എനിക്കൊരു സിവിൽ റെമഡി അവൈലബിൾ ആണ്. ഒരു മുനിസിപ്പൽ കോർട്ടിനെയോ സബ് കോർട്ടിനെയോ ഒരു സിവിൽ കോടതിയെ എനിക്ക് കൺസേൺ സമീപിക്കാം. അതാണ് അതിന് മേലുള്ള തർക്കം. വഖഫ് വരുന്ന സമയത്ത് പോകുന്നത് വഖഫ് ട്രൈബ്യൂണലാണ്. അപ്പൊ ട്രൈബ്യൂണലിന്റെ ഈ ആക്ട് വരുന്നതിന് മുന്നേ എന്താണ് ഉള്ള സംവിധാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജസ്റ്റ് ഒരു 3 or 4 മെമ്പേഴ്സ് അടങ്ങുന്ന ഒരു ബോഡിയാണ്. അതൊരു തീരുമാനം എന്ന് പറയും. അതിന് മേലെ പിന്നെ നമുക്ക് ഹൈക്കോർട്ടിൽ പോവാം. പക്ഷെ സ്പെഷ്യൽ ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ ഒന്നും അതിന് മുന്നേ ഇല്ലായിരുന്നു. ഇപ്പൊ ഈ വഖഫ് ബോർഡിൽ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പൊ മുസ്ലിം കമ്മ്യൂണിറ്റിയെ ബേസ് ചെയ്ത് ഉള്ളതുകൊണ്ട് തന്നെ മുസ്ലിംസ് ആയിരിക്കുമല്ലോ അതില് മെമ്പേഴ്സ് ആയിട്ടുള്ളത്, ആ ഒരു ബോർഡിന്റെ പാർട്ടായിട്ടുള്ളത്. അപ്പോ എടുക്കുന്ന തീരുമാനം എപ്പോഴും ആ മുസ്ലിംസുകൾക്ക് അനുകൂലമായിരിക്കില്ലേ? ഇപ്പോ അവിടെ ജസ്റ്റിസ് എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലാതായി പോവോ എന്നുള്ളൊരു സിറ്റുവേഷൻ ഉള്ളതുകൊണ്ടാണ് പിന്നെ ഒരു പുതിയൊരു നിയമം മാറ്റണം എന്നുള്ള രീതിയിൽ ഇപ്പൊ വന്നത്. അങ്ങനെ ഒരു കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ കൂടിയിട്ടാണ് നമ്മുടെ വഖഫ് ബില്ല് അനാക്ട് ചെയ്ത സമയത്ത് ആ വഖഫ് ബോർഡ് റീകോൺസ്റ്റിറ്റ്യൂഷൻ വന്നിട്ടുണ്ട്. അപ്പൊ അതിനെ എല്ലാവരും പറയുന്നു മുസ്ലിം വിഭാഗത്തിനെതിരാണ്. നമ്മൾ എന്ത് ന്യായീകരണമാണ് ആ മുസ്ലിമായിട്ടുള്ള വ്യക്തികളെ അത് സംസ്ഥാന ഗവൺമെന്റിന് അതിനകത്തിലേക്ക് നോമിനേറ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. സംസ്ഥാന ഗവൺമെന്റുകൾക്ക്, കൺസേൺ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ 2 മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്ന ആളുകളെ ആ ബോർഡിലേക്ക് നോമിനേറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. അത് അവരുടെ റിലീജിയസ് റൈറ്റിന് മേലെയുള്ള കടന്നുകയറ്റമെന്നാണ് ക്ലെയിം ചെയ്യുന്നത്. പക്ഷെ അതിന് മറ്റൊരു ആംഗിളുണ്ട്. ഇപ്പോൾ ചോദിച്ച കണക്ക് ഇപ്പം വഖഫ് ബോർഡ് അല്ലെങ്കിൽ വഖഫ് ട്രൈബ്യൂണൽ വഖഫ് ബോർഡ് കേസ് നടത്തുന്ന സമയത്ത് അത് ഇതിന്റെ ഓപ്പോസിറ്റ് പാർട്ടി ഉണ്ട്. ഒരു 80% കേസുകളിലും ഓപ്പോസിറ്റ് പാർട്ടി എന്ന് പറയുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റി മാത്രമല്ല. ആ മുസ്ലിം കമ്മ്യൂണിറ്റി ക്രിസ്ത്യൻസ് ഉണ്ടാവും, ഹിന്ദുസ് ഉണ്ടാവും, അവരുടെ പ്രോപ്പർട്ടി ഉണ്ടാവും. സ്വാഭാവികമായിട്ടും നമ്മളൊരു വിഷയം അല്ലെങ്കിൽ ഒരു കേസ് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു തർക്കം ആയിക്കോട്ടെ, ബേസിക്കലി ഒരു തർക്കം, നമ്മളൊരു തർക്കം ഉണ്ടായി, ഇപ്പൊ തേർഡ് പാർട്ടിയിലേക്ക് ആ ഡിസ്പ്യൂട്ട് കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെല്ലുന്നു. അവിടെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ മാത്രമാണ് ഇരിക്കുന്നത്. തിയറി ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് ഉണ്ട്. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് നിലനിൽക്കുന്ന ഏത് നിയമവും ഏത് സംവിധാനവും പ്രിൻസിപ്പിൾ ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് അത് അനുകൂലമായിട്ട് മാത്രം നിലനിൽക്കണമെന്നാണ് അതിൻ്റെ ഒരു തത്വം. ഏത് നിയമം ഉണ്ടായാലും എവരി ലെജിസ്ലേഷൻ്റെ. അപ്പം അങ്ങനെ ഒരു കൺസെപ്റ്റിൽ എല്ലാവർക്കും 2 പേർ അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ഇതിൻ്റെ മറുഭാഗത്ത് വരുമ്പോൾ അതും കൂടിയിട്ട് പ്രോപ്പർലി എൻഷുർ ചെയ്യണം. അവർക്കുള്ള ജസ്റ്റിസ് കൂടിയിട്ട് എൻഷുർ ചെയ്യണം. ആ ഒരു കാഴ്ചപ്പാടിലാണ് ആ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളെ കൂടിയിട്ട് അത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ ഇതിലും മറ്റൊരു ആംഗിൾ കൂടിയിട്ട് നമ്മൾ കാണും. ഇതിനകത്തിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ബോർഡാണല്ലോ വഖഫ് ബോർഡ്. ഇത്രയും കാലമായിട്ടും മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട വനിതകളെ അതിനകത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇന്നിപ്പം ഈ വഖഫ് ബോർഡിനെ എതിർക്കുന്ന ആളുകളെല്ലാം സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടും സ്ത്രീകളുടെ എംപവർമെന്റിന് വേണ്ടിയിട്ടും ഒക്കെ കൃത്യമായിട്ട് സമരം ചെയ്യുന്നവരും നമുക്കറിയാം. ഇപ്പം ശബരിമല ഇഷ്യൂ വന്ന സമയത്ത് വനിതാ മതിലടക്കം നിർമ്മിക്കാൻ പോയിട്ടുള്ള ആളുകളാണ്. ആ ആളുകളാണ് അതിന്റെ ഒരു ഐറണി നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കിപ്പം മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട വിമൻസിന്റെ എംപവർമെന്റ് വേണ്ട. ഈ വഖഫ് ബില്ലിനെ, വഖഫ് ആക്ടിനെ എതിർക്കുന്നതിലൂടെ ഇവര് വിമൻ എംപവർമെന്റിനെയാണ് ഒരു തരത്തിൽ എതിർക്കുന്നത്. മറുവശത്ത് അവര് ജാതിവാദത്തെ അനുകൂലിക്കുകയാണ്. ഇപ്പം നേരത്തെ ആ വഖഫ് ബോർഡിനകത്തില് ഷിയ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ, അഖാഡി വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ, അഹമ്മദിയ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ, ഇവരെ ഒന്നും അതിനകത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പൊ ഇവരെ എല്ലാവരെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് സർവ്വവ്യാപിയും സർവസ്പർശിയും എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നീതി നിർവഹണം അല്ലെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേഷൻ അതിനകത്തിൽ ഉണ്ടാവണം. ആ ഒരു കാഴ്ചപ്പാടാണ് ഇന്ത്യൻ ആക്ടിവിറ്റി. പിന്നെ നമ്മുടെ ഇന്ത്യൻ ലോ വെച്ചിട്ട് നോക്കുമ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ ഒരെണ്ണമായിരുന്നല്ലോ റൈറ്റ് ടു റിലീജിയസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ പറയുന്ന ഒരു ബോർഡ്, ഇപ്പം ഈ ബില്ല് ആ റൈറ്റ് ടു റിലീജിയസിൻ്റെ എതിരെയും കൂടെ ഉള്ളൊരു ഇതായും കൊണ്ട് അതൊരു പ്രശ്നമാവില്ലേ? ലൈക്ക് നമ്മുടെ റിലീജിയസ് നമ്മുടെ ഇഷ്ടത്തിന് ഫോളോ ചെയ്യാനുള്ള അധികാരം നമുക്ക് തന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. അപ്പം അതിൻ്റെ ഒരു എതിരെ പോലെ ആവില്ലേ ഈ ഒരു ബില്ല്?
ബേസിക്കലി വഖഫ് ബോർഡ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ആരാധന സമ്പ്രദായം പോകുന്ന ഒരു മുസ്ലിം ലോ ആയിട്ട് ബന്ധപ്പെട്ടോ ഇസ്ലാമിക ലോ ആയിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഒരു റിലീജിയസ് പ്രാക്ടീസുമായി ബന്ധപ്പെട്ട ഒരു കാര്യമല്ല വഖഫ് ബോർഡ് എന്ന് പറയുന്നത്. ഇറ്റ്സ് പ്യൂർലി ആൻ അഡ്മിനിസ്ട്രേഷൻ. അതൊരു മാനേജ്മെന്റ്, ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റമാണ്. അത് നമ്മൾ ഫോർ എക്സാമ്പിൾ എല്ലാ ഇസ്ലാമിക രാജ്യത്തും വഖഫ് ഉണ്ടോ? നമ്മൾ അതിനെ പറ്റിയിട്ട് സമയത്ത് ഒന്ന് നോക്കണം. ഇറാഖ്, സൗദി അറേബ്യയിൽ വഖഫ് ഉണ്ടെങ്കിൽ പോലും അവിടെ നിലനിൽക്കുന്ന ലോയുടെ അണ്ടറിലാണ് ഇത് പോകുന്നത്. ഈ ഇറാഖ് പോലെയുള്ള ബാക്കിയുള്ള ഇസ്ലാമിക രാജ്യങ്ങളൊന്നും ഈ വഖഫില്ല. വഖഫ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു വന്നത് പ്യൂർലി ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റമാണ്. അതായത് ഇപ്പം ദേവസ്വം ബോർഡ് പോലെ, ദേവസ്വം ബോർഡ് നമ്മുടെ ദേവസ്വം സ്വത്ത് ദേവസ്വം ബോർഡിനുണ്ട് അത്ര പോലും. ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞാൽ ഹിന്ദു ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്നൊരു ബോഡിയാണ് ദേവസ്വം ബോർഡ്, ഇതിന്റെ മാനേജ്മെന്റ്. അതേപോലെ ഇത് വഖഫ് സ്വത്തുകൾ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബോർഡാണ് വഖഫ് ബോർഡ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പം നിങ്ങളൊക്കെ ഇങ്ങനെ ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് നിഷ്കളങ്കമായ ആളുകൾ തെറ്റിദ്ധരിക്കുന്ന ഇതുവരെ സമാധാനപരമായി മുസ്ലിം കമ്മ്യൂണിറ്റിക്കിടെ നിലനിന്നിരുന്ന ഒരു ബോർഡാണ് വഖഫ് ബോർഡ് എന്ന്, നരേന്ദ്രമോദി എന്നൊരു ഭീകരനവിടെ വന്നിട്ട് ഇത് ഒറ്റയടിക്ക് പൊളിച്ചു കളയാമെന്നൊക്കെ തോന്നും. കഴിഞ്ഞ 2 വർഷത്തെ കണക്കെടുത്ത് നോക്കുന്ന സമയത്ത് 3800 പരാതികളാണ്. അത് മുസ്ലിം കമ്മ്യൂണിറ്റികളിൽ നിന്ന് ഈ വഖഫ് ബോർഡിനെതിരെ 3800 സംതിങ് ഉണ്ട്. CPGRIM പോർട്ടലിൻ്റെ സെൻട്രലൈസ്ഡ് പബ്ലിക് ഗ്രീവൻസ് അഡ്രസ് സിസ്റ്റം എന്ന് പറഞ്ഞ സെൻട്രൽ ഗവൺമെൻറ് ഒരു പോർട്ടലുണ്ട്. ആ പോർട്ടൽ പ്രകാരം മാത്രം ഈ വഖഫ് ബോർഡിൻ്റെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇടയിൽ എത്തിയിട്ടുള്ളത്. അതുപോലെ ഇവിടുത്തെ വഖഫ് ട്രൈബ്യൂണലിൽ നിലനിൽക്കുന്ന കേസുകൾ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലായി ഇതൊക്കെ നടത്തുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള തർക്കമാണെന്നേ. പക്ഷേ ഈ കോൺട്രവേഴ്സി എപ്പോഴും വരുന്നത് ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് അവര് പൊതുവെ ഉള്ള ഒരു കാര്യമാണ്, നമ്മുടെ BJP ഗവൺമെന്റ് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ എതിരെയാണ്. അങ്ങനൊരു ഇതുണ്ട്. ഇപ്പൊ പറയാതെ ആണെങ്കിലും അത് നിലനിൽക്കുന്നത് നമ്മുടെ ഓരോ ഇന്ത്യൻ സിറ്റിസനും അറിയുന്ന ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെ ഒരു രീതിയിൽ അങ്ങനെ ഒരു കാര്യം നിലനിൽക്കുമ്പോൾ ഇങ്ങനൊരു ബില്ല് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് അവരെതിരെയുള്ള ഒരു ശക്തമായി എതിർക്കണം എന്ന് വിചാരിച്ചുകൊണ്ടുള്ള ഒരു ബില്ലാന്നല്ലേ വരുള്ളൂ. ബേസിക്കലി ക്വസ്റ്റ്യനിൽ ഞാൻ ഒരു എഡിറ്റ് വരുത്താൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. BJP ഒരു കമ്മ്യൂണിറ്റിക്കും എതിരല്ല. മുസ്ലിം കമ്മ്യൂണിറ്റിക്കും എതിരല്ല, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കും എതിരല്ല, ഒരു കമ്മ്യൂണിറ്റിക്കും എതിരല്ല. ഈ BJP വിശ്വസിക്കുന്ന BJP ഐഡിയോളജി എന്ന് പറയുന്നത് ഈ നാഷൻ, ഈ നമ്മുടെ ഈ ഇന്ത്യയുടെ അല്ലെങ്കിൽ ഈ രാഷ്ട്രത്തിൻ്റെ ഇതിൻ്റെ വെൽബീയിങ്ങിനെതിരെ ഹിന്ദു പ്രവർത്തിച്ചാലും ക്രിസ്ത്യാനി പ്രവർത്തിച്ചാലും ആര് പ്രവർത്തിച്ചാലും അവരെ മാത്രമേ എതിർക്കപ്പെടുന്നുള്ളൂ. അവരുടെ ഒരു ആക്ടിനെ മാത്രം നമ്മൾ എതിർക്കുന്നുണ്ട്, അല്ലാതെ നമ്മൾ ഒരു കമ്മ്യൂണിറ്റിക്ക് എതിരല്ല. നമ്മൾ എടുത്തു നോക്കും, കഴിഞ്ഞ 10 വർഷത്തിന് ശേഷം നരേന്ദ്രമോദി ഗവൺമെൻറ് വന്നതിന് ശേഷം മുസ്ലിം കമ്മ്യൂണിറ്റീൻ്റെ വെൽബീയിങ്ങിന് വേണ്ടിയിട്ട് മിനിസ്ട്രി ഓഫ് ന്യൂനപക്ഷ മന്ത്രാലയം, ആ മന്ത്രാലയം മാറ്റിവെച്ച ഫണ്ടുകളിലെ ഇതും കഴിഞ്ഞ ഇപ്പോൾ ഈ പറയുന്ന മതേതരവാദികളായിട്ടുള്ള UPA ഗവൺമെൻറ് ചിലവാക്കിയ ഫണ്ടുകളുടെയും അതിൻ്റെ കമ്പാരിസൺ ഒന്ന് നടത്തി നോക്കും. ഓക്കെ, അതിലേക്ക് പോകുന്നില്ല, ഞാൻ കമ്മിങ് ടു അവർ ടോപ്പിക്. അപ്പം ഈ വഖഫ് ബോർഡ് എങ്ങനെയാണ് നമ്മളൊരു എങ്ങനെ നമുക്ക് പറയാൻ സാധിക്കും വഖഫ് ബോർഡിൻ്റെ അഡ്മിനിസ്ട്രേഷൻ അതിനകത്തിലേക്ക് നരേന്ദ്രമോദിൻ്റെ ഗവൺമെൻറ്റിൻ്റെ കടന്നുകയറ്റോ സിമ്പിളായിട്ട് BJP അജണ്ട എന്ന് സോക്കോൾഡ് മീഡിയാസ് പറയുന്ന അജണ്ടയുടെ ഭാഗമായിട്ട് ഇത് പൊളിച്ചു എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. എൻ്റെ കാര്യം ഞാൻ പറയാം. നിലവിലെ തർക്കങ്ങൾ എന്താണെന്ന് നമ്മളൊന്ന് പഠിക്കണം. നിലവിലെ കോടതികളിൽ വഖഫ് എന്തുകൊണ്ട്, വഖഫ് ബോർഡുക്കെതിരെയുള്ള വിഷയങ്ങൾ അതൊക്കെ എന്തുകൊണ്ട് വരുന്നു, അതിൻ്റെ സോൾ റീസൺ എന്താണെന്ന്. മിസ്മാനേജ്മെന്റ് ഓഫ് വഖഫ് പ്രോപ്പർട്ടീസ് അതൊരു വലിയ പ്രശ്നമാണ്. കാരണം മുത്തവലി എന്ന് പറയുന്നത് ഇതിൻ്റെ മാനേജറാണ്. മറ്റേ സീസേഴ്സ് വൈഫ് ഈസ് എബോവ് സസ്പീഷൻ എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിളാണ് പോകുന്നത്. ഇപ്പം അതെന്ത് പറഞ്ഞാലും നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല. ബേസിക്കലി ഇത് രേഖകളൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് ചോദ്യം ചെയ്യാൻ പറ്റില്ല. അപ്പം അവരുടെ നെപ്പോട്ടിസം, അവരിത് ഭാഗമാറ്റുന്നു, അങ്ങനെ കുറേ ഇഷ്യൂസ് ആണ്. 95% കേസുകളും ഇതിനെതിരെയാണ്. ഈ ചോദ്യം ഉയർന്നത് എവിടുന്ന? മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ നിന്ന് തന്നെയാണ് ആ ചോദ്യം ഉയരുന്നത്. അവരുടെ പ്രോപ്പർട്ടി തന്നെയാണ് ഇതേ മിസ്മാനേജ്മെന്റ് വഴിയിട്ട് നഷ്ടപ്പെടുന്നത്. ആ കമ്മ്യൂണിറ്റിയുടെ പ്രോപ്പർട്ടി, ആ റിലീജിയന്റെ പ്രോപ്പർട്ടി, അതൊരു പേഴ്സണൽ വ്യക്തികളുടെ വെസ്റ്റേൺ ഇൻട്രസ്റ്റിന്റെ ഭാഗമായിട്ട് പോകുന്നു. ഇപ്പൊ ട്രാൻസ്പാരൻസി ഇല്ല. ഇതൊന്നും കണക്കുകൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മുത്തവലിമാർക്ക് സാധിക്കുന്നില്ല. അവർ ഫയൽ ചെയ്യുന്നതിൽ മിസ്മാനേജ്മെന്റ്, പ്രോപ്പർ മിസ്മാനേജ്മെന്റ് ആണ്. അവിടെ ആണ്
ഈ ബില്ലിന്റെ മറ്റൊരു പ്രസക്തി എന്ന് പറയുന്നത്. അപ്പൊ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ബില്ല് കൊണ്ട് സാധിക്കും. കുറച്ചും കൂടി ട്രാൻസ്പെറൻസി, സുതാര്യത ഇതിനകത്തിലുണ്ടാവും. അപ്പോൾ ആ ഒരു ആസ്പെക്റ്റിൽ നോക്കുന്ന സമയത്ത് ആ സുതാര്യത കൊണ്ട് അതിന്റെ ബേസിക് ബെനിഫിഷ്യറീസ് ഇവിടുത്തെ ഹിന്ദു കമ്മ്യൂണിറ്റി അല്ല, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി അല്ല, മുസ്ലിം കമ്മ്യൂണിറ്റീസ് ആണ്. അവരത് തിരിച്ചറിയണം. ഇനിയിപ്പം അതിൽ മറ്റൊരു കോൺട്രവേഴ്സ്യൽ ചോദിച്ചു, ഈ ബില്ല് അനാക്ട് ചെയ്തു, നാളെ ഇനിയിപ്പം പണ്ട് ബാബറി മസ്ജിദ് പൊളിച്ചു, ഇനി നാളെ അടുത്ത സാധനങ്ങൾ പൊളിക്കാൻ വേണ്ടിയിട്ട് BJP. നോ, ഇവിടെ ഏതൊരു ആക്ട് വന്നാലും അത് വരുന്ന റെട്രോസ്പെക്റ്റീവ് എഫക്റ്റ് കൊണ്ട് അതിനുശേഷമാണ് ഫർദറായിട്ട് നമ്മളൊരു ഇപ്പോൾ ഒരു ഡെവലപ്പിംഗ് കൺട്രിയാണ്. നരേന്ദ്രമോദി നയിക്കുന്ന NDA ഗവൺമെന്റിന്റെ വിഷൻ ഇന്ത്യ ഒരു ഡെവലപ്ഡ് നേഷനാക്കി മാറ്റുക എന്നുള്ളതാണ്. അപ്പൊ നമ്മളൊരു വലിയൊരു ആ ഒരു എയിമിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ഇതേ കണക്ക് ഹിന്ദു എന്നോ ക്രിസ്ത്യൻ എന്നോ മുസ്ലിം എന്നോ പറഞ്ഞിട്ട് ഇവിടെ സിവിൽ തർക്കങ്ങളോ അതിന്റെ പേരിൽ നമ്മൾ സ്പ്ലിറ്റപ്പ് ആയിട്ട് നിൽക്കാൻ പാടില്ല. അത് ഒരു ഡെവലപ്ഡ് കൺട്രിക്ക് ചേർന്ന രീതിയല്ല. അത് പറഞ്ഞു ഇനി അങ്ങനെ ഒരു ഇഷ്യൂസ് ഉണ്ടാവാൻ പാടില്ല. അത് പ്രോപ്പർ ലോ ഉണ്ടാവണം. ആ ഒരു കൺസെപ്റ്റ് മാത്രമാണ് നമുക്ക് ഈ അമെൻമെന്റിലൂടെ ഇനാക്ട്മെന്റിലൂടെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇപ്പൊ പലപ്പോഴായിട്ട് ഇപ്പോ BJP ഗവൺമെന്റ് പ്രത്യക്ഷത്തിൽ അങ്ങനെ പറയുന്നില്ലെങ്കിലും ഇപ്പൊ ഈ അടുത്ത് വന്ന ഒരു കോൺട്രവേഴ്സിയാണ് നമ്മുടെ സിനിമകളിൽ പല ആരും പറഞ്ഞു എന്നല്ല ഞാൻ പറയുന്നത്, നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. എമ്പുരാൻ വന്നപ്പോൾ അത് പ്രശ്നമായി. കാരണം അതിൽ ഗുജറാത്ത് റയോട്ട് കാണിക്കുന്നു, ഒരു പാർട്ട് മാത്രം കാണിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കുറേ പ്രശ്നങ്ങൾ വന്നു, കട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതേ രീതിയിൽ നമ്മുടെ കേരള സ്റ്റോറീസ് ഒക്കെ ആ സിനിമയൊക്കെ വന്നപ്പോൾ ആരും ഒന്നും പറഞ്ഞില്ല. അത് ശരിക്ക് ട്രൂ കാര്യമാണ്, അല്ലെങ്കിൽ അത് ജനങ്ങൾ കാണേണ്ട സിനിമയെന്ന് പറഞ്ഞിട്ട് വാഴ്ത്തപ്പെട്ടു. എമ്പുരാനിൽ കാണിച്ചപ്പോൾ അത് കട്ട് ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കണം എന്നൊക്കെ പറയുന്നു. അപ്പം ഇങ്ങനെ ഒരു പ്രശ്നങ്ങളൊക്കെ പറയുന്നു. അപ്പോൾ BJP ഗവൺമെൻറ് അല്ലെങ്കിൽ അത് ഫോളോ ചെയ്യുന്ന ആൾക്കാരെതിരെയുള്ള ഒരു രീതിയിലാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ശരിക്കും ഈ കാര്യങ്ങളൊക്കെ തെളിയിക്കുന്നത് ശരിക്കും അവർക്കൊരു മുസ്ലിം കമ്മ്യൂണിറ്റിന് എതിരെ ഒരു ദേഷ്യമോ അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം ഉണ്ടെന്നുള്ള രീതിയിലല്ലേ? ഇതേ പറ്റിയിട്ട് ഞാൻ ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇത്രയും ചോദിച്ച സ്ഥിതിക്ക് കേരള ഫയൽസ് എമ്പുരാനും നമ്മളിതെല്ലാം ചർച്ച ചെയ്യണം. കേരള ഫയൽസ് സിനിമ ഫസ്റ്റ് നമുക്ക് സിനിമ എന്ന് പറഞ്ഞ ടോപ്പിക്കിലേക്ക് ആ ഇഷ്യൂലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് സിനിമ എന്താണ്, കൊമേഴ്സ്യൽ സിനിമയുണ്ട്, ഡോക്യുമെൻ്ററി മൂവീസ് ഉണ്ട്. അപ്പം നമ്മളിപ്പോൾ 2 പടങ്ങളെ പറ്റിയിട്ട് ചർച്ച ചെയ്തു, സിനിമകളെ പറ്റി ചർച്ച ചെയ്തു. കേരള സ്റ്റോറി, എമ്പുരാൻ വന്നാൽ എങ്ങനെയാണ് പക്ക കൊമേഴ്സ്യൽ മൂവിയാണ്. ലൂസിഫർ സെക്കൻഡ്, സ്റ്റീഫൻ നെടുമ്പള്ളി, അബ്രഹാം ഖുറേഷി, അവരെല്ലാവരെയും ജതിൻ രാംദാസ്, ആ ഒരു ഫിക്ഷൻ മൂവി തരത്തിൽ വന്ന സിനിമയാണത്. നമ്മൾ ഫിക്ഷൻ മൂവി പ്രതീക്ഷിച്ച് അവിടെ പോകുന്നു. ഓക്കെ. സെക്കൻഡ് കേരള സ്റ്റോറി പക്ക ഒരു ഡോക്യുമെൻ്ററി സ്റ്റൈലിൽ വന്ന സിനിമയാണ്. അതൊരു ട്രൂ ഇൻസിഡൻറ്റിനെ ആസ്പദമായിട്ടാണ്. ഇത് പട്ടും പരവതാനിയും വിരിച്ചാണ് കേരളത്തിൽ ആ സിനിമയെ സ്വീകരിച്ചതെന്നൊന്നും നിങ്ങൾ ആരും പറയരുത്. ഇവിടെ നമുക്കറിയാം, DYFIന്റെ ഫേസ്ബുക്ക് പേജുകൾ നോക്കിയാൽ അറിയാൻ സാധിക്കും. അതുപോലെ യൂത്ത് കോൺഗ്രസിന്റെ ഫേസ്ബുക്ക് പ്രൊഫൈലുകൾ നോക്കിയാൽ മുസ്ലിം ലീഗിലും അങ്ങനെ ഇവിടുത്തെ പ്രവർത്തിക്കുന്ന മുഴുവൻ യുവജന പ്രസ്ഥാനങ്ങളിലെയും സംഘടനകളിലെയും ഒപ്പോസിഷൻ സംഘടനകളിലെയും ഒക്കെ ഇന്ന് കലാകാരന്റെ സ്വാതന്ത്ര്യം പറയുന്ന ആൾ അന്ന് അതിനെ എതിർത്തിട്ടുണ്ട് ആളുകളെല്ലാവരും കൂടെ ഫേസ്ബുക്ക് മീഡിയയിലുണ്ട്. ഞാൻ ഇതെല്ലാം കാണാൻ ബേസിക്കലി BJPനെ സംബന്ധിച്ചിടത്തോളം BJPന്റെ ഒരു ഇഷ്യൂലുള്ള നിലപാട് പറയേണ്ട ആരാണ്? സ്റ്റേറ്റ് ലീഡർഷിപ്പാണ്, സ്റ്റേറ്റ് പ്രസിഡന്റാണ്. BJPന്റെ സ്റ്റേറ്റ് ലീഡർഷിപ്പ് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, നമുക്ക് സിനിമയായിട്ടാണ് നമ്മൾ കാണുന്നത്. എന്നാൽ അപ്പം മറ്റൊരു ആംഗിളിൽ ചോദിക്കുന്നുണ്ട്, നമ്മൾ കാണില്ല. ഒരു പ്രേക്ഷകന് കാണാതിരിക്കാനുള്ള റൈറ്റ് ഇല്ലേ? കാണാതിരിക്കാനുള്ള റൈറ്റും ഉണ്ട്, കാണാനുള്ള റൈറ്റും ഉണ്ട്. അപ്പം ഈ BJPന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് പറഞ്ഞു ഞാൻ ഈ സിനിമ കാണില്ല. ആദ്യം പറഞ്ഞത് ഇപ്പം നമ്മളെല്ലാവരും പറയുന്ന കണക്ക് നമ്മളെല്ലാവരും ഞാനൊരു ലാലേട്ടൻ ഫാനാണ്, ഞാൻ ലൂസിഫർ ഫസ്റ്റ് ഡേ ഫാൻ ഷോ കണ്ട ആളാണ്, എമ്പുരാനും കണ്ട ആളാണ്. അപ്പം അതിനുശേഷം അദ്ദേഹവും പറഞ്ഞു അദ്ദേഹം തിരക്കേറിയ ഒരു പൊതുപ്രവർത്തകനാണ്. അപ്പോൾ അദ്ദേഹം സിനിമയെ സ്നേഹിക്കുന്ന സിനിമകൾ ആഗ്രഹിക്കുന്നത്. ഫസ്റ്റ് ആ സിനിമ വന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു ഞാൻ കാണുമെന്നുള്ള രീതിയിൽ. അപ്പം അതിനുശേഷമാണ് ഈ കോൺട്രവേഴ്സിയും ഈ കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ അറിയുന്നത്. ബേസിക്കലി പൊളിറ്റിക്കൽ പാർട്ടീസ് എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ ഒരു ഭാഗമാണ്. ജനാധിപത്യ വ്യവസ്ഥയിൽ ബേസിക്കലി ഇവിടുത്തെ മുഴുവൻ ആളുകളുടെയും മുഴുവൻ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളുടെയും വിശ്വാസങ്ങളോട് നീതി പുലർത്തേണ്ട ബാധ്യത ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തനം പൊതുപ്രവർത്തനം ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ.
ഒരു നമ്മളെല്ലാവരുടെയും ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ അനിഷ്ട സംഭവങ്ങൾ പരിശോധിച്ച് നോക്കുന്ന സമയത്ത് നമ്മൾ ആരും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു ഏടായിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ് ഈ ഗുജറാത്ത് റൈറ്റ്സ്. ഈ ഗോത്രയിൽ തീവെപ്പ് ഉണ്ടായിരുന്നില്ല എങ്കിൽ ഈ സാധനം ഉണ്ടാവില്ല എന്ന് തന്നെയാണ് നമ്മളെല്ലാവരും നിഷ്കളങ്കമായിട്ട് വിശ്വസിക്കുന്നത്. എല്ലാവരെയും ഗോത്രയുടെ കലാപചരിത്രം തുടങ്ങുന്നത് എപ്പോഴാണ്? 68 തുടങ്ങുകയാണ്. 68 തുടങ്ങി 90-കളിലും 80-കളിലും ഒക്കെ നിരവധി ആളുകൾ മരിച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരും നമ്മൾ നരേന്ദ്രമോദിനെ കുറ്റം പറഞ്ഞു, അവിടുത്തെ ഭീകരനാണ്, അങ്ങനെയാണ്. 2002 റൈറ്റിന് ശേഷം നാളെ ഇതുവരെ അവിടെ റൈറ്റ് ഉണ്ടായിട്ടുണ്ടോ? നിങ്ങളത് പരിശോധിക്കുന്നതിന്റെ ചരിത്രം. അതാണ് അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റി, കേപ്പബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ എമ്പുരാൻ നമ്മളൊരു സിനിമയ്ക്ക് എതിരെയല്ല. ഇപ്പം അവർ കട്ട് ചെയ്തത് അവർ റീ എഡിറ്റിങ് തോന്നി. ഇപ്പം ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ ചാനലിൽ ഇപ്പം ഇതിനെ എതിർക്കുന്ന മാധ്യമങ്ങൾ പണ്ട് പറയുമായിരുന്നു ഹിന്ദുക്കളുടെ അട്ടിപ്പേറാവകാശം BJP-കാരാണ് എഴുതി കൊടുത്തേക്കുന്നതെന്ന്. എന്നിട്ട് ഇവർ ഹിന്ദു കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾ പ്രതിഷേധിക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ സ്വാഭാവികമായ വികാരങ്ങൾ വരുന്ന സമയത്ത് അത് മൊത്തം BJP ആണ് എന്ന് പറയുകയാണ്. അങ്ങനെ പിന്നെ ഒരു ഐറണി, അവരുടെ സൗകര്യാർത്ഥം ഈ കാര്യങ്ങൾ മാറ്റുന്നു. ഇവിടെ ഭൂരിപക്ഷം വരുന്ന ആളുകളുടെ സ്വാഭാവികമായ ഒരു വൈകാരിക പ്രതികരണത്തെ നമ്മൾ ഉൾക്കൊള്ളുന്നു, BJP ഉൾക്കൊള്ളുന്നു. അത് നമുക്ക് അതോടത്ത് ചേർന്നിരിക്കാൻ പറ്റില്ല. ഫസ്റ്റ് ഇപ്പോൾ ഒരു ട്രൂ സ്റ്റോറിയാണ് സിനിമ. നമ്മൾ വീണ്ടും സിനിമയിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഒരു ട്രൂ സ്റ്റോറിയാണ് അവിടെ ഡെപ്പിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. അപ്പം അതിൻ്റെ സത്യസന്ധതപരമായിട്ട് ആ കാര്യം അവതരിപ്പിക്കണം. അതിനവർ തയ്യാറാണമായിരുന്നു. ബേസിക്കലി ഒമറിലുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം എന്ന് വിളിക്കുന്നു. ഗോത്ര തീവെപ്പ് എന്ന് പറയുന്ന സംഭവം യഥാർത്ഥത്തിൽ കാണാൻ വേണ്ടിയിട്ട് ലൂസിഫർ സിനിമയുടെ അണിയറ പ്രവർത്തകർ തയ്യാറാണോ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ പറയുന്നത്. അപ്പോൾ അതേപോലെ ഇന്ന് നീതി പുലർത്തി ആ സിനിമ എടുത്തിരുന്നെങ്കിൽ ഇത്രയും വലിയൊരു കോൺട്രവേഴ്സി ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവായിരുന്നു. പക്ഷെ ഇത് എല്ലാവരും ചർച്ച ചെയ്യണം. വരുന്ന എല്ലാ ആളുകളും എന്തായിരുന്നു അവിടെ നടന്നതെന്നും. ബേസിക്കലി നമ്മൾ എമ്പുരാൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്തു, കേരള സ്റ്റോറിയുടെ കാര്യം ചർച്ച ചെയ്തു. ഇപ്പം ഇവിടുത്തെ ഇടതുപക്ഷവും അതുപോലെയുള്ള സോക്കാൾഡ് ആൻറ്റി BJP ആളുകൾക്ക് അനുകൂലമായിട്ട് ഉള്ള സിനിമകൾക്ക് അവർ തന്നെ അതിനെ പ്രൊമോട്ട് ചെയ്യുന്നു. അന്നേരം അവർ കലാകാരൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ഒക്കെ പിടിച്ചുകൊണ്ട് നടക്കുകയും ഇടതുപക്ഷത്തിന് എതിരായിട്ടും ഇവർക്കെതിരായിട്ടും ഒക്കെ സിനിമ വരുന്ന സമയത്ത് അതിനെ പെട്ടിയിലാക്കും. TP 51 എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്, കഴിഞ്ഞ ദിവസം പാർലമെന്റിലൊക്കെ വന്ന. അതിൻ്റെ നിർമ്മാതാവും സംവിധായകനുമായ വ്യക്തി കഴിഞ്ഞ ദിവസം ചാനലിൽ ഒന്ന് പറഞ്ഞ കാര്യം, രാത്രിയിൽ കുഞ്ഞുങ്ങളെ അടക്കം ഫ്ലാറ്റിൽ നിന്ന് CPM-കാർ ഇറക്കി വിട്ടു എന്നാണ് പറഞ്ഞത്. അത് ഈ കേരളത്തിലാണ് നടന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ലെഫ്റ്റ് എന്ന് പറഞ്ഞ സിനിമ കണ്ണൂർ പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ തയ്യാറായില്ല. പിന്നെ ഇപ്പോഴും പെട്ടിയിലിരിക്കുന്ന അഭിമന്യു എന്ന് പറഞ്ഞ സിനിമയുണ്ട്. അങ്ങനെ നിരവധി സിനിമകൾക്ക് ഈ അവസ്ഥ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അത് കേരളത്തിലാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഇപ്പൊ ഈ എമ്പുരാൻ സിനിമ BJP ഗവൺമെന്റിന്റെ എതിരെ കാണിക്കുന്നതുകൊണ്ട് തന്നെ ബാക്കിയുള്ളവരൊക്കെ അതിന് സപ്പോർട്ട് ചെയ്യുന്നത് ഒരു പൊളിറ്റിക്കൽ അജണ്ട ആയിട്ട് തോന്നുന്നുണ്ട്. എമ്പുരാനിൽ എവിടെയും ആന്റി BJP എന്നുള്ള രീതിയിൽ കാണിക്കുന്നില്ല. ഒരു ആന്റി ഹിന്ദു അജണ്ട അവർ കാണിക്കുന്നുണ്ട്. ആ ആന്റി ഹിന്ദു അജണ്ടയെ ആന്റി BJP അജണ്ടയാക്കി ചുരുക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു സോ കോൾഡ് അജണ്ട വർക്കൗട്ട് ആവുന്നുണ്ട്. അത് മാത്രമാണ് ഇതിനകത്ത് നടത്തുന്നത്. BJP-നെ വിമർശനം ചെയ്യുന്നത് നരേന്ദ്രമോദി ഇല്ല, ആരുമില്ല. പക്ഷെ വന്ന ഫസ്റ്റ് തുടക്കത്തിൽ ഇറങ്ങിയപ്പോ സിനിമയിൽ ഇപ്പൊ ബജ്രംഗി എന്ന് പറയുന്ന ആരാന്ന് ജനങ്ങൾക്ക് അറിയുന്നതിന് മുന്നേ ഈ വന്ന പോസ്റ്ററിലൊക്കെ ഞാൻ കണ്ടത് മറ്റേ ബജ്രംഗി എന്ന് പറഞ്ഞ ക്യാരക്ടർ നരേന്ദ്രമോദിനെയാണ് പറയുന്നത്. പിന്നെ മുന്ന എന്ന് പറയുന്ന ക്യാരക്ടർ നമ്മുടെ അമിത്ഷാ സാറിനെ അവർ തന്നെ പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പോസ്റ്ററുകൾ കണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്യുന്നുണ്ടായിരുന്നു ആ ഒരു വ്യക്തിയാണ് നരേന്ദ്രമോദി എന്നുള്ള രീതിയിൽ. അതിനുശേഷം പിന്നെ ഈ ഡിസ്കഷൻ വന്നപ്പോഴാണ് ഈ ഗുജറാത്ത് റൈറ്റായിട്ട് ബന്ധപ്പെട്ട ശരിക്കത്തെ ആ ബജ്രംഗി ആരാന്നുള്ളത് പോലും ജനങ്ങൾക്ക് അറിയുന്നത്. അപ്പൊ അങ്ങനത്തെ രീതിയിൽ ഇങ്ങനെ ഓരോന്ന് പടച്ച് ഇങ്ങനത്തെ കുറെ പോസ്റ്ററുകൾ ഇറക്കുമ്പോൾ അതൊരു പൊളിറ്റിക്കൽ അജണ്ട തന്നെയല്ലേ? ലൈക്ക് ഇപ്പൊ ഇനിയിപ്പോ എല്ലാവരും ഒറ്റ നോക്കുന്ന ഒരു കാര്യമാണ്, ഇനി കേരളത്തില് BJP ഗവൺമെന്റ് ഭരണത്തിൽ വരുമോ അങ്ങനെയുള്ള രീതിയിൽ. അപ്പൊ അതിന്റെ മുന്നോടിയായിട്ട് ഇങ്ങനെ ഒരു പൊളിറ്റിക്കൽ അജണ്ട പോലെ ഇറക്കുന്ന പോലെ തോന്നുന്നുണ്ടോ? ഈ അജണ്ട ഇറങ്ങുന്ന ആരാണ് ഇത്തരം കാര്യങ്ങൾ പടച്ചുവിടുന്നത്? ഈ ചാനല് നിങ്ങളൊക്കെ മാധ്യമ പ്രവർത്തകരല്ലേ? സിനിമയായിട്ട് ബന്ധപ്പെട്ട ഒരു സിനിമ ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മാർക്കറ്റിംഗ് സ്ട്രാറ്റജികൾ എന്തൊക്കെയാണെന്ന് കുറച്ചൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ? ഒരു സിനിമ ഇറങ്ങി, അപ്പോൾ ടാർഗറ്റ് ഓഡിയൻസ് എന്താണ്? ഞാൻ എമ്പുരാൻ സിനിമ കാണാൻ പോയപ്പോൾ എനിക്ക് അവിടെ ഖുറൈശി ബ്രൗനെ കാണാൻ സാധിക്കുന്നില്ല,
സ്റ്റീഫൻ നെടുമ്പുള്ളിയെ കാണാം, ഉള്ളി തൊലിച്ച് വെച്ച ഒരു സിനിമയെന്ന് വേണമെങ്കിൽ പച്ചയ്ക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. ഒന്നുമില്ല തുറന്നു വന്നപ്പോഴത്തേക്ക്. ഈ മോഹൻലാലിൻ്റെ ഒരു സിനിമ ബേസിക്കലി എന്തായാലും കൊമേഴ്ഷ്യലി അത് ഹിറ്റ് ആവും എന്നുള്ളത് നമ്മൾ മലയാളികൾക്കെല്ലാം അറിയാം. അതിനപ്പുറത്തേക്ക് ഈ കണക്കിനുള്ള വിവാദങ്ങളും കോൺട്രവേഴ്സിയും ഉണ്ടാക്കിയിട്ടാണ് ഈ സിനിമ ഇത്രത്തോളം ഇങ്ങനെ ഓടിച്ചത്. അത് എഡിറ്റ് ചെയ്യണോ കളയണമെന്നോ സെൻസർഷിപ്പ് ചെയ്യണമെന്നോ BJP-ന്റെ ഒരു ഘടകവും ആവശ്യപ്പെട്ടിട്ടില്ല, കേന്ദ്ര ഗവൺമെന്റ് ആവശ്യപ്പെട്ടിട്ടില്ല, ആരും ഇവിടെ ഷോ തടയാനോ പ്രതിഷേധം നടത്താനോ പോയിട്ടില്ല, ആരും ത്രട്ടനും ചെയ്തിട്ടില്ല. ഇതൊക്കെ അതിന്റെ പ്രൊഡ്യൂസേഴ്സ് തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നമ്മുടെ പാട് നോക്കി രാഷ്ട്രീയ പ്രവർത്തനം നടത്തി പോകുന്ന ആളുകളാണ്. അത് ആ സിനിമ ഇറങ്ങുന്നതിന് മുന്നേ, അത് ഇറങ്ങുന്നതിന് ശേഷം. പിന്നെ ഒരു അജണ്ട ആ സിനിമ പർപ്പസ്ഫുള്ളി എന്തോ BJP വന്നു കഴിഞ്ഞാൽ, കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ കേരളത്തില് ആദ്യം വരുന്ന സമയത്ത് ഇവിടുത്തെ ഈ ഇടതുപക്ഷം പറഞ്ഞുകൊണ്ട് ഇവിടെ ആ പരിപ്പൊന്നും വേഗത്തില് ഇവിടെ ഒരു മെമ്പർ പോലും ഉണ്ടാവില്ല എന്ന്. ഇവിടെ മെമ്പർ ഉണ്ടായിട്ടുണ്ട്, ഇവിടെ പഞ്ചായത്ത് ഭരിച്ചിട്ടുണ്ട്, ഇവിടെ നിയമസഭയിൽ BJP ഉണ്ടായിട്ടുണ്ട്, പാർലമെന്റിൽ നിന്നും ഇവിടുന്ന് ജയിച്ചു പോയി. ബേസിക്കലി ഇതൊക്കെ ചെയ്യുന്നത് മതം ഭക്ഷിച്ചാൽ മാത്രം മനുഷ്യർക്ക് പോകാൻ പറ്റും. ഡെവലപ്മെന്റ് ആണ് BJP-ന്റെ ഡെവലപ്മെന്റ് മോഡാണ്. വേറൊരു കാര്യം നോക്കണം, നമ്മുടെ ഈ കേരളത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയ എത്ര ചെറുപ്പക്കാർ ഇവിടെ ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു. ഇവിടെ അവരെ അട്രാക്ട് ചെയ്ത് നിർത്താൻ പറ്റുന്ന എന്തെങ്കിലും ഘടകം നമ്മുടെ നാട്ടിലുണ്ടോ? എന്ത് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്? നിങ്ങളെന്ത് ഇതേപ്പറ്റി ചർച്ച ചെയ്യാത്തത്? നമ്മൾ ഇത് ചർച്ച ചെയ്യാൻ പാടില്ല. നമ്മുടെ ചർച്ച ഈ ക്യാൻവാസിലേക്ക് ചുരുക്കണം. ഇത് ആ സിനിമയുടെ ഭാഷ തന്നെ പറഞ്ഞാൽ അത്രയും ഇല്ലൂമിനാറ്റികളുടെ അജണ്ടയാണ്. ആ ഇല്ലൂമിനാറ്റികളെ നയിക്കുന്ന ഒരു ഇടതുപക്ഷമുണ്ട്, സോക്കാർ. അതാണ് നമ്മൾ ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടാൻ പാടില്ല. ഇത് ചർച്ച ചെയ്യപ്പെടണം. നമ്മൾ ബേസിക്കലി ചർച്ച ചെയ്യപ്പെടേണ്ട എന്താണ്? നമുക്കിവിടെ പഠിക്കണം, അടുത്ത തലമുറ കേരളത്തിൽ നിൽക്കണം, അവർക്കിവിടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവണം, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് ഇവിടെ സംരംഭം തുടങ്ങാൻ ആവശ്യമുള്ള കപ്പാസിറ്റി ഉള്ള ചെറുപ്പക്കാർക്ക് അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവും. ഇതല്ലേ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത്. അതെ. അപ്പൊ പിന്നെ ഇപ്പൊ എമ്പുരാൻ സിനിമയിലാണെങ്കിലും സുരാജ് വെഞ്ഞാറമ്മൂടിന്റെ ക്യാരക്ടർ സുരേന്ദ്രനാണെന്ന് പറഞ്ഞിട്ടൊക്കെ പറഞ്ഞത്. നമ്മൾ കേരളത്തില് ഇപ്പോ അത്യാവശ്യം മുന്നിൽ നിൽക്കുന്ന ഒരു BJP ലീഡർ ആയിരുന്നല്ലോ സുരേന്ദ്രൻ. അപ്പൊ അങ്ങനെ ഒരു കണക്ഷനും കൂടെ വന്നിരുന്നു. അപ്പൊ അതിനെ പറ്റി എന്താ പറയാനുള്ളത്? ഞാൻ നോക്കിയ സിനിമ കണ്ട സമയത്ത് എനിക്ക് അങ്ങനെ ഒരു കണക്ഷൻ തോന്നുന്നില്ല. ഇതിപ്പോ ഒരു സിനിമ നമ്മൾ ചെയ്യുന്ന സമയത്ത് അപ്പം കറണ്ട് ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ, 3 പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ, അങ്ങനെയാണെങ്കിൽ പിണറായി വിജയന്റെ, MP ഗോവിന്ദന്റെ സാദൃശ്യവും, അപ്പൊ ജതിൻ രാംദാസ് രാഹുൽ ഗാന്ധി BJP-യോടൊപ്പം പോകുന്നു എന്ന് വേണമെങ്കിൽ എന്താ പറയാത്ത? രാഹുൽ ഗാന്ധി BJP-യോട് കൈകോർത്ത് കേരളം ഭരിക്കുന്നു. ജതിൻ രാംദാസ് രാഹുൽ ഗാന്ധിയുടെ മെറ്റഫറായിട്ട് വേണമെങ്കിൽ പറയാം. അന്ന് അങ്ങനെ പറയാത്ത? അത് പറയാതെ ഇങ്ങനൊരു സാധനം വരുന്നു. അതൊരു പ്രൊപ്പഗൻഡയാണ് ബേസിക്കലി. മറ്റേ ഇത് ഞാനാണ്, മറ്റേ CID മൂസയ്ക്കകത്ത് പറയുന്നത് ഇത് ഞാനാണ്, എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ് എന്നൊരു തരത്തിലൊരു അജണ്ട. സോ ബേസിക്കലി ആയിക്കോട്ടെ, ഏത് നമുക്കിപ്പോൾ ഒരു സിനിമയല്ലേ, എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. പണ്ട് സന്ദേശം എന്ന് പറഞ്ഞൊരു ചിത്രം കേരളത്തിൽ വന്നു. നമ്മൾ എന്ത് ഇരുകൈകളും നീട്ടിയല്ലേ മലയാളി ആ സിനിമയെ സ്വീകരിച്ചത്. അതിനുശേഷം ഇടതുപക്ഷവും കേരളം ഭരിച്ചിട്ടുണ്ട്, കോൺഗ്രസും ഭരിച്ചിട്ടുണ്ട്. ഈ സിനിമകളിലൊന്നും അല്ല ഒരു പൊളിറ്റിക്കൽ പാർട്ടീനെ ഒരു പൊതുസമൂഹം അസസ് ചെയ്യുന്നതും. പിന്നെ നമ്മളത് എന്നത്തിലൊരു എമ്പുരാൻ സിനിമയുടെ വിഷയം എന്ന് വെച്ചാൽ ചരിത്രപരമായ സംഭവങ്ങൾ എടുക്കുമ്പോൾ അത് അപ്പുറവാളിയിൽ കൊണ്ടുവരുമ്പോൾ അതിനോടൊരു 30% നീതി പുലർത്തണം. ആ ഈ ഇപ്പൊ പറഞ്ഞല്ലോ ചരിത്രം പറഞ്ഞതുകൊണ്ട് നീതി പുലർത്തിയില്ല, അതുകൊണ്ടാണ് പല BJP ലീഡേഴ്സും പറഞ്ഞത് ഞാൻ സിനിമ കാണുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ. ബേസിക്കലി അതല്ല, ഞാനതിനൊരു ഉത്തരം ഞാൻ ആദ്യമേ പറഞ്ഞു. എങ്കിലും ക്ലിയർലി ഞാൻ അതിനായിട്ട് ക്ലിയർ ആയിട്ട് ചോദിച്ചുകൊണ്ട് ക്ലിയർ ആയിട്ട് ഞാൻ ഉത്തരം പറയാം. അതായത് BJP ഉൾപ്പെടുന്ന BJP-ന്റെ കാര്യം, BJP ഇവിടുത്തെ ഇന്ത്യ മഹാരാജ്യത്തെ മുഴുവൻ സാധാരണക്കാരുടെയും വിശ്വാസങ്ങൾ സംരക്ഷിക്കുന്ന BJP എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളുണ്ട്. ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ഒരു സമൂഹത്തെ, ആ സമൂഹത്തെ പർപ്പസ്ഫുള്ളി പ്രതി ചേർക്കപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ അവരാണ് വേട്ടക്കാർ എന്ന് ചിത്രീകരിച്ചുകൊണ്ട് തരത്തിലേക്ക് ഒരു മെസ്സേജ് കൊടുക്കുന്ന ഒരു സിനിമ, അവരുടെ റിലീജിയസ് ബിലീഫിനെ അല്ലെങ്കിൽ അവരെ അങ്ങനെ ഹർട്ട് ചെയ്തുകൊണ്ട് ഇറക്കിയ ഒരു സിനിമ എന്ന് ആ സമൂഹം വിശ്വസിക്കുന്ന സിനിമ. അപ്പോൾ ആ സിനിമ കാണുമെന്ന് പബ്ലിക്കായിട്ട് അല്ലെങ്കിൽ ആ സിനിമയെ സപ്പോർട്ട് ചെയ്യാൻ തൽക്കാലം BJP ഉദ്ദേശിച്ചിട്ടില്ല എന്ന് കരുതിയിട്ട് നമ്മൾ എതിർക്കുന്നത് എന്തും നമ്മൾ ഇഷ്ടപ്പെടാത്തത് എന്തും തുടച്ചു നീക്കപ്പെടേണ്ടതാണ് എന്നത് ജനാധിപത്യ വ്യവസ്ഥിതിയിൽ ഭൂഷണമല്ലാത്ത ഒരു കാര്യം കൂടിയിട്ടാണ്. സോ ബോത്ത് ആംഗിൾ
ഇപ്പോൾ ഇതുവരെ നിലവിൽ വന്നിട്ടില്ല, പക്ഷെ എപ്പോഴും ഒരു ഡിസ്കഷൻ ഉള്ള ഒരു കാര്യമാണ് ഈ യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്ന സംഭവം. ലൈക്ക് എല്ലാ മതങ്ങൾക്കാണെങ്കിലും ഒറ്റ നിയമം എന്നുള്ള രീതിയിൽ, എല്ലാത്തിനും ഒറ്റ നിയമം എന്നുള്ള രീതിയിൽ. അപ്പം അത് ശരിക്കും വരേണ്ടത് ആവശ്യമുണ്ടോ? ഒരു നിയമപാലക അല്ലെങ്കിൽ അഡ്വക്കേറ്റ് എന്നുള്ള രീതിയിൽ എന്താ തോന്നുന്നത്? ബേസിക്കലി ഇപ്പം നമ്മൾ ഇന്ത്യയിലുള്ള മുഴുവൻ വ്യക്തികളും ഇറസ്പെക്റ്റീവ് ഓഫ് ദ റിലീജിയൻ, ഒരാളെ അടിച്ച് അല്ലെങ്കിൽ ഒരാളെ ഞാൻ കൊന്നു കഴിഞ്ഞാൽ ഹിന്ദുവിന് 10 വർഷം തടവ്, അല്ലെങ്കിൽ ക്രിസ്ത്യാനി ആവുകയാണെങ്കിൽ അവൻ 5 വർഷം കൊടുത്താൽ മതി, മുസ്ലിം ആണെങ്കിൽ അവന് 2 വർഷം തടവ് കൊടുത്താൽ മതി. ഇത് നീതിയാണോ? അല്ലയോ? അല്ല. ഇതേ സാധനമുള്ളൂ സിവിലിലേക്ക് പോകുന്ന സമയത്ത്. സിവിൽ ഇവിടുത്തെ മുസ്ലിം കമ്മ്യൂണിറ്റി ഒഴികെ ബാക്കിയുള്ളവരുടെ എല്ലാം ഒരേ സിവിൽ നിയമങ്ങൾ പിന്തുടരണം. ഇപ്പം ഫോർ എക്സാമ്പിൾ കല്യാണം കഴിക്കുകയാണ്, കല്യാണം മാരേജ് ലോ തന്നെ പേഴ്സണൽ ലോ എടുത്ത് നോക്കുക. ഇപ്പം ഞാനൊരു കല്യാണം കഴിച്ചു, എനിക്കിത് ഡിവോഴ്സ് ചെയ്യാതെ രണ്ടാമതൊരു കല്യാണം കഴിക്കാൻ പാടില്ല. എനിക്ക് തോന്നുന്നു മുസ്ലിം കമ്മ്യൂണിറ്റി ഇപ്പം 4 കല്യാണം വരെ കഴിക്കാം. അത് കഴിഞ്ഞ് 5ാമത്തെ കല്യാണം വോയിഡ് ആവുന്നില്ല, ഇറഗുലർ മാരേജ് ആവുന്നതേ ഉള്ളൂ. ഇന്നത്തെ സമൂഹത്തെ പെൺകുട്ടികൾക്ക് അത് എങ്ങനെ അംഗീകരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും? ഇത് നമ്മുടെ ഒരു എന്താ പറയുക, ഇത് നമ്മൾ ജീവിക്കുന്നത് 2025-ലാണ്. ആ ഒരു തരത്തിലേക്ക് പോകണ്ടേ? അപ്പോൾ യൂണിഫോം സിവിൽ കോഡ് ആവശ്യം. ഇത് സിമ്പിളാണ്. ഇതിൻ്റെയൊക്കെ ഇൻഡെപ്തായിട്ട് യൂണിഫോം സിവിൽ കോഡിലേക്ക് കടന്ന ഇതിലേക്കുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ ഏറ്റവും സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു തന്നെ, വാട്സപ്പിൽ കൂടെ 3 തലാക്ക് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പെണ്ണിന്റെ ജീവിതം അവിടെ തീരുകയാണ്. ഇതിനെ അനുകൂലിക്കുന്നത് നിരവധി മുസ്ലിം സ്ത്രീകളാണ്. ഇത് ഈ ഇഷ്യൂസ് ആണ്. ഇത് യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്നത് ഈ ഒരു ചെറിയ ക്യാൻവാസ് നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് അനിവാര്യമാണോ അല്ലയോ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. പക്ഷെ ആ യൂണിഫോം സിവിൽ കോഡ് വരുന്ന ഇതുകൊണ്ട് ഇല്ലാതായി പോകുന്നത് നമ്മുടെ റൈറ്റ് ടു റിലീജിയസ് എന്നുള്ളത്. ഇപ്പൊ നിയമം നമ്മുടെ റിലീജിയസ് നിയമത്തിനനുസരിച്ചിട്ടാണല്ലോ ഇപ്പോ മിക്ക ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ത്യയിൽ നമ്മുടെ ഈ ഇത്ര ഫണ്ടമെന്റൽ റൈറ്റ്സിനെ വയലേറ്റ് ചെയ്യപ്പെടുന്ന ഓരോ നിയമവും നമുക്ക് എനാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അത് നമ്മുടെ ഭരണഘടനയുടെ ഒരു പ്രത്യേകതയാണ്, സവിശേഷതയാണ്. ഈ നാട്ടിലെ ഓരോ സാധാരണക്കാരും ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരണ്ടി എൻഷുർ ചെയ്യുന്ന ഒരു റൈറ്റാണ്. ഇനിയിപ്പോൾ ഇൻ കേസ് ഈ പറയുന്ന കണക്ക് ഈ ഭരണഘടനാ മൂല്യങ്ങളെയൊക്കെ കാറ്റിൽ പറത്തിന്ന് ഒപ്പോസിഷൻസ് ആർഗ്യൂ ചെയ്യുന്ന പോലെ ഒരു നിയമം പാസ്സാക്കിയെന്ന് വെച്ചോ, യു ക്യാൻ അപ്രോച്ച് ജുഡീഷ്യറി. അങ്ങനെ ഒരു സാധനം നിങ്ങൾ കേശവാനന്ദ ഭാരതിന്റെ കേസുകളൊക്കെ ചരിത്രമാണ് നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ഒരിക്കലും പറ്റില്ല ഒരാളുടെയും റിലീജിയസ് പ്രാക്ടീസിനെ അല്ലെങ്കിൽ അവരുടെ ഒരു റൈറ്റിന്, റിലീജിയസ് റൈറ്റിന്, അത് പേഴ്സണൽ ലോ ആണ്. 5 കല്യാണം കഴിക്കുക എന്നുള്ളത് ഏത് മതം എൻഷുർ ചെയ്യുന്നൊരു സാധനമാണ്. അപ്പൊ അവിടെ മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ പെൺകുട്ടികളോട് തന്നെ ചോദിക്കണം, അവർ അനുകൂലിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇതിന് ഉത്തരം പറഞ്ഞത് ഞാനല്ല. ഞാനിത് പറയുമ്പോൾ അതിലൊരു കോൺട്രവേഴ്സി, ഒരു പൊളിറ്റിക്കൽ കണ്ടക്സ്റ്റ് വരും. അവരനുകൂലിക്കുക എന്ന് വെച്ചാൽ അവർ ഒരു വോട്ടെടുപ്പ് നടത്തട്ടെ, അല്ലെങ്കിൽ അങ്ങനെയല്ല സംഭവം. അവർ ഇത് ഡ്രാഫ്റ്റ് വെക്കും, എല്ലാ സമയത്ത് ഡ്രാഫ്റ്റ് വെക്കുന്ന സമയത്ത് അതിൽ എഡിറ്റ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ അത് എഡിറ്റ് ചെയ്യപ്പെടും. സോ അതിന്റെ ഭാഗമായിട്ട് അതങ്ങ് നടക്കും. ഇപ്പം വിമൻ എംപവർമെൻറ്റിനെ പറ്റി നേരത്തെ സംസാരിച്ചുകൊണ്ട് ഞാനൊരു കാര്യം ചോദിക്കാണ്. ഈ അടുത്തൊരു ന്യൂസ് വന്നായിരുന്നു, ഒരു ഗർഭിണിയായ സ്ത്രീ മരിച്ചതിനെ പറ്റിയിട്ട് കേട്ടായിരുന്നു, മലപ്പുറത്ത് വെച്ച്. അപ്പം അവിടെ പറയുന്നൊരു കാര്യം, ആ പെൺകൊച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല എന്നാണ്. അപ്പം അടുത്തുള്ളവരൊക്കെ, ഞാൻ വായിച്ചപ്പോൾ അറിഞ്ഞ കാര്യമാണ്, അടുത്തുള്ളവരൊക്കെ ആ കുടുംബമായിട്ടോ ആ പെൺകുട്ടിയായിട്ടോ ഒരു ബന്ധമില്ല, 5ാമത്തെ പ്രസവമാണ്. അപ്പം അവിടെ ശരിക്കും അവരുടെ ഇപ്പം ഈ പർദ്ദ ഇട്ട് നടക്കുന്നു എന്നൊക്കെ പറയുന്നത് അവരുടെ ഒരു എന്താ പറയുക, ഫ്രീഡം റെസ്ട്രിക്ഷൻ അല്ലേ? അപ്പോൾ ബേസിക്കലി ഞാൻ അതിന് മുന്നേ ചോദിച്ച ചോദ്യങ്ങളിലേക്ക് തന്നെ പറയാം, ഇതൊരു ഫെയർ ആയിട്ടുള്ള റിലീജിയസ് പ്രാക്ടീസ് ആയിട്ട് തോന്നുന്നുണ്ടോ? റിലീജിയൻ എൻഷുർ ചെയ്യും. ഞാൻ ഇതിനു മുന്നേ പറയാനുള്ളൂ, എന്നേക്കാൾ ഒരാഴ്ച മുന്നേ ഒരു വീഡിയോ വന്നിരുന്നു. തലയിൽ നമ്മളെന്തോ ഡോക്ടറേറ്റ് ഒക്കെ കിട്ടിയിട്ട് വരുമ്പോൾ ആളുകൾക്ക് ഇത് വെച്ചു കൊടുക്കുന്ന കണക്ക് വെച്ചു കൊടുത്തിട്ട് എന്താ വീട്ടിൽ തന്നെ മുസ്ലിം സ്ത്രീകളൊക്കെ പ്രസവിക്കണമെന്നുള്ള തരത്തില് നമ്മൾ ഇത് എന്താണ് അത് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതെങ്ങനെയാണ് ഇസ്ലാം മതം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഐ ഡോണ്ട് നോ. അത് ആ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾ തന്നെയാണ്. ഇപ്പം ഈ ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമിയും അന്നത്ത് പത്മനാഭനും ഒക്കെ ഈ കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിൽ, നമ്മൾ മലയാളികളാണ് ബേസിക്കലി, ഈ കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിലൊരു സംഭവം നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ അവിടെ നിന്ന് തന്നെ തുടങ്ങണം. അത് ആ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾ ഇതിനെക്കുറിച്ച് ചോദ്യം ചെയ്യണം. വരുന്ന ആളുകൾ അവിടെ നിന്നൊരു മാറ്റം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് സാധിക്കണം. അപ്പം അതിനെ എതിർക്കത്തില്ല.
കാരണം വോട്ട് ബാങ്ക് പൊളിറ്റിക്സിന് വേണ്ടിയിട്ട് നിലനിൽക്കുന്ന കോൺഗ്രസ്സുകാരോ കമ്മ്യൂണിസ്റ്റുകാരോ അതിനെ എതിർക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതിനൊരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ടോ BJP യൂണിഫോം സിവിൽ കോഡ് പോലുള്ള എനാക്ട്മെന്റുകൾ നടത്തുമ്പോൾ BJPനെ ന്യൂനപക്ഷ വിരുദ്ധരും വേട്ടക്കാരൊക്കെ ആക്കി ചിത്രീകരിക്കും. അതാണ് നടക്കുന്നത്. ഇപ്പൊ ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ പിന്നീട് ചേർക്കപ്പെട്ട ഒരു വേർഡാണ് ഈ സെക്യുലറിസം. കാരണം നമ്മുടെ ഇന്ത്യയില് അത്രയും അധികം മതങ്ങളിലും അവരൊക്കെ ഒരു യൂണൈറ്റ് ആയിട്ടാണ് ജീവിക്കുന്നത്. പക്ഷെ ഈ രാഷ്ട്രീയം എന്ന് പറയുന്നതിലേക്ക് മതം കൂടെ കൂടി ചേർത്തപ്പോഴാണ് ഈ മതങ്ങളും തമ്മിലുള്ള ഈ തമ്മിലടി എന്ന് തോന്നിയിട്ടുണ്ടോ? ഈ മതപരമായ വിഷയം ഈ രാജ്യത്ത് ബിഫോർ ഇൻഡിപെൻഡൻസ് ഉണ്ടായിട്ടുണ്ട്. അതിലെന്തെങ്കിലും തർക്കമുണ്ടോ? ഇല്ല. അതിപ്പം ലോകത്തിലെ എല്ലാ സ്ഥലത്തും ഇപ്പൊ ഇന്ത്യ വിടുക, ഇന്ത്യ പുറത്തെ ലോകത്തിലെ ഏറ്റവും സമാധാനപരമായ ഒരു മതം എന്ന് ക്ലെയിം ചെയ്യപ്പെടുന്ന ഒരു വിഭാഗമാണ് ബുദ്ധ കമ്മ്യൂണിറ്റീസ് ജീവിക്കുന്ന സ്ഥലത്ത്. മ്യാൻമാറിൽ പോലും റോഹിംഗ്യൻസും ബുദ്ധ സന്യാസിമാരും തമ്മിൽ ഇവിടെ സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എല്ലായിടത്തും എല്ലാ സ്ഥലത്തും റിലീജിയസ് കോൺഫ്ലിക്റ്റ് നിലനിൽക്കുന്നേ ഒരു തരത്തിൽ മാറ്റുന്നുണ്ട്. ഇസ്രായേലിൽ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ നമ്മുടെ ഇന്ത്യയുടെ ഒരു അവസ്ഥ നോക്കുമ്പോൾ പല പൊളിറ്റിക്കൽ പാർട്ടീസും റിലീജിയനും കൂടെ ഒരു വെപ്പണായിട്ട് ഉപയോഗിക്കുന്നു തോന്നുന്നുണ്ടോ? ഇച്ചിരി ഇന്ത്യയുടെ കൺസെപ്റ്റിലേക്ക് വരും. 2014 ശേഷം ഇന്ത്യയിൽ എത്ര റിലീജിയസ് ആയിട്ട് നടന്നിട്ടുണ്ട്? ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്തു തരൂ. നരേന്ദ്രമോദി എത്ര പള്ളികൾ, ഏതെങ്കിലും പള്ളി ആക്രമിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു മുസ്ലിമിനെ പിടിച്ചിട്ട് അല്ലെങ്കിൽ ക്രിസ്ത്യാനി പിടിച്ചിട്ട് പറയുന്നുണ്ടോ നീ പ്രാർത്ഥിക്കണ്ട, നീ നിസ്കരിക്കണ്ട? പക്ഷെ ആ സമയത്ത് ഭയങ്കരമായിട്ട് കോൺട്രവേഴ്സി ആയത് ഒന്നാണ് നമ്മുടെ ബാബരി മസ്ജിദ് ഡിമോളിഷന്. ലൈക്ക് രാം ടെമ്പിൾ പണിയാൻ വേണ്ടിയിട്ട് എന്താണ് അപ്പോഴും എല്ലാവരും ക്വസ്റ്റ്യൻ ചെയ്തത് ഈ മുസ്ലിംസുകളുടെ എതിരെയാണോ എന്നുള്ള രീതിയിലൊക്കെ ഒരു ക്ലാരിറ്റി വരുത്താനുണ്ട്. എന്താ ഉദ്ദേശിച്ചത്? അതായത് നമ്മൾ ബാബറി മസ്ജിദ് പൊളിക്കപ്പെട്ടു എന്നാണോ, അതില് വരാൻ വേണ്ടിയിട്ടുള്ള ജഡ്ജ്മെന്റ് ആണോ? ലൈക്ക് ആ ജഡ്ജ്മെന്റ് ഇപ്പൊ രാം ടെമ്പിൾ വന്നു എന്നുള്ള വരാൻ ലൈക്ക് പണിയാം എന്നുള്ള രീതിയിൽ ജഡ്ജ് വന്നല്ലോ. പക്ഷെ ആ സമയത്ത് ലൈക്ക് സിറ്റിസൻസിൻ്റെ ഉള്ളിലും മുസ്ലിം കമ്മ്യൂണിറ്റിൻ്റെ ഉള്ളിലും വന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിനെ അടിച്ചമർത്തുന്ന രീതിയിൽ ഇനി ഇവർ വരുമോ എന്നുള്ള ഒരു ഭയമായിരുന്നു. അത് നമ്മളിപ്പം ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടു. അതിന് മുന്നേ ബേസിക്കലി അതിന് ക്ലെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ രാമ ജന്മക്ഷേത്രം നിലനിന്നിടത്ത് ബാബർ വന്നു, അവിടെ ഒരു പള്ളി സ്ഥാപിച്ചു. പിന്നെ അതിൽ തുടങ്ങിയ തർക്കം, ആ തർക്കം പിന്നെ അത് അനുകൂലമായി അതിലൊരു റിലീജിയൻ, അത് ഭയങ്കര ഒരു കോൺട്രവേഴ്സ്യൽ ഇഷ്യൂസ് ആണ്. വർഷങ്ങൾ കൊണ്ടേ നടന്നു വരുന്ന ഒരു ഇഷ്യൂ ആയിരുന്നു. അത് പിന്നെ കോടതിയിലെത്തി. അതിൻ്റെ ഇടയ്ക്ക് നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ സംഭവിച്ചു. പിന്നെ അതിനുശേഷം കോടതിയുടെ പെൻഡിങ്ങിലുള്ള മാറ്ററിൽ കോടതി വിധി പറഞ്ഞു. കോടതി ഒരു വിധി പറഞ്ഞു. അവിടെ രാമക്ഷേത്രം അതുപോലെ ലോകത്തിലെ ഏറ്റവും അല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഒരു പള്ളിയും കൂടിയിട്ട് അവിടെ ഉയരുന്നുണ്ട്. അതേ പറ്റിയിട്ട് ആരും ചർച്ച ചെയ്യുന്നില്ല. ആ ഒരു ഇപ്പൊ നമ്മൾ അയോധ്യയിൽ പോയി നോക്കണം. അവിടുത്തെ അമ്യൂണിറ്റീസ് എല്ലാ തരത്തിലും നമ്മളൊരു നോക്കും. നമ്മളിപ്പോൾ എന്താ ക്ഷീരമുള്ളവർ അകിടും ചുവട്ടിലും ഇത് തന്നെയെന്നുള്ള ആ ഒരു പഴഞ്ചൊല്ലി തന്നെയാണ് നമുക്ക് ഓർമ്മ വരുന്നത്. നമുക്ക് പോസിറ്റീവ് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആളുകളാണെങ്കിൽ നമ്മൾ പോസിറ്റീവ് ആണ് അതിനകത്തിൽ. അതുകൊണ്ടുള്ള പ്രോസ് ആൻഡ് കോൺസ് ഇത് പോയിന്റ് ഔട്ട് ചെയ്തതിനകത്തിൽ ഒന്നും ചെയ്യുന്നില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പം എന്താ മതേതരത്വത്തെ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ മഹാരാജ്യത്തെ ഏതാണ്ടൊക്കെ ചെയ്യുന്ന ആളുകളാണ് എന്ന് വിശേഷിപ്പിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. ഇവർ കഴിഞ്ഞ 25 വർഷമായിട്ട് സെക്യുലാരിസം ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടുത്തെ സാധാരണക്കാരൻ അവർ എന്ത് ചെയ്തിട്ടുണ്ട്? ഇത്ര ഇവർ ഭരിക്കുവാണല്ലോ. ഇവർ ചെയ്ത വെൽഫെയർ പ്രോജക്റ്റ് എന്തൊക്കെയാണ്? 1 രൂപ പോലും സെൻട്രൽ ഫണ്ട് ഇല്ലാതെ നടത്തിയിട്ടുള്ള വെൽഫെയർ പ്രോജക്റ്റ് എന്തൊക്കെയാണ്? നോക്കൂ, നമ്മുടെ ഏതൊരു പണ്ട് മഹാഭാരതത്തിൽ, ഇപ്പം മഹാഭാരതം ഞാൻ ഉദാഹരിക്കുന്നുണ്ട്, വേറെ ആംഗിൾ അതിനകത്തിൽ കാണരുത്. എപ്പോഴാണ് ഒരു നല്ല ഉത്തമമായ ഒരു ഭരണം എപ്പോഴാണ് ഒരു സ്ഥലത്തുണ്ടാവുന്നത് എന്നത് മഹാഭാരതത്തിൽ പറയുന്നുണ്ട്. സർവാഭരണ വിഭൂഷിതയായിട്ട് ഒരു സ്ത്രീക്ക് സ്വൈര്യവിഹാരം ഒരു രാജ്യത്തുകൂടി നടക്കാൻ എപ്പോൾ സാധിക്കുന്നു? ഏത് രാത്രിയിലാണോ പകലാണോ? അപ്പോഴാണ് അതൊരു ഉത്തമമായ ഭരണമെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നത്. സെക്രട്ടേറിയറ്റിൽ നമ്മുടെ അമ്മമാർ കിടക്കുന്ന നോക്കും, തല മുണ്ടനം ചെയ്യുകയാണ്. ഇത് ഈ ഒരു അളവ് പോലും മാത്രം വെച്ച് പോയി കഴിഞ്ഞാൽ അവരുടെ അവസ്ഥ ഇതാണ്. ഒന്നും വേണ്ട, പാവപ്പെട്ടവനാണ് ഈ പാർട്ടീനെ ഉണ്ടാക്കിയത് എന്നാണ് അവർ പറയുന്നത്. പാവപ്പെട്ടവൻ എന്താ ചെയ്തു കൊടുത്തിരുന്നത്? നമ്മുടെ മോദി ഗവൺമെന്റ് പിന്നെ കൊണ്ടുവന്ന ഒരു കാര്യമാണ് സിറ്റിസൺഷിപ്പ് ആക്ട്. ആ സമയത്ത് വന്നപ്പോൾ കുറേ മുസ്ലിംസ് ലൈക്ക് എതിർത്തായിരുന്നു, അവരുടെ ഐഡന്റിറ്റി നഷ്ടപ്പെടുന്നു എന്നുള്ള രീതിയിൽ. അപ്പൊ അതിനെ പറ്റിയിട്ട് എന്താ പറയാ? അതൊരു സിറ്റിസൺഷിപ്പ് അമെൻഡ്മെന്റ് ആക്ട് CA വന്നതിന് ശേഷം ഏതെങ്കിലും ഒരു വ്യക്തിന്റെ മുസ്ലിം എന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പൗരത്വം
നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു വാർത്ത വന്നിട്ട് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല. CAA ബേസിക് എന്ന് പറയുന്നത് പൗരത്വം കൊടുക്കുക എന്നുള്ളതാണ്. ഡൽഹിയിലൊക്കെ പോകുന്ന സമയത്ത് നിസാമുദ്ദീൻ സ്റ്റേഷൻ്റെ അടുത്തൊക്കെ ഒരു രേഖകളും ഇല്ലാതെ താമസിക്കുന്ന നിരവധി ആളുകളുണ്ട്. ഒന്ന് ചിന്തിക്കാൻ പറ്റുമോ? നമുക്ക് റേഷൻ കാർഡും ആധാർ കാർഡും സർട്ടിഫിക്കറ്റും ഇല്ലാതെ ഒരു രാജ്യത്ത് ജീവിക്കാൻ പറ്റുന്നതിനെ പറ്റി നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ വന്ന നിരവധി ആളുകളുണ്ട് നമ്മുടെ രാജ്യത്തു നിന്ന് തന്നെ. ഇപ്പോൾ പറയാം, എന്താ, ബംഗ്ലാദേശിൽ നിന്നും അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിൽ നിന്നൊക്കെ വരുന്ന, പാകിസ്ഥാനിൽ നിന്ന് വരുന്ന ന്യൂനപക്ഷങ്ങൾക്ക് മാത്രമാണ്, അല്ലെങ്കിൽ അവിടെ നിന്ന് ഹിന്ദുക്കൾക്ക് മാത്രമേ പൗരത്വം കൊടുക്കുന്നുള്ളൂ, മുസ്ലിങ്ങൾക്ക് എന്തേ പൗരത്വം കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ചോദ്യം. റിലീജിയസ് പെർസിക്യൂഷന്റെ ഭാഗമായിട്ട് അത് നമ്മൾ ബേസിക്കലി അത് ആ വേർഡ് അണ്ടർലൈൻ ചെയ്യണം. റിലീജിയസ് പെർസിക്യൂഷന്റെ ഭാഗമായിട്ട് ബംഗ്ലാദേശിൽ നിന്നോ അഫ്ഗാനിസ്ഥാനിൽ നിന്നോ മ്യാൻമാറിൽ നിന്നോ ഉള്ള ആ സ്ഥലത്തു നിന്നുള്ള വരുന്ന ആളുകൾക്ക് ഇസ്ലാമിക രാജ്യത്ത് ഇസ്ലാമിക മതം ഫോളോ ചെയ്യുന്ന ഒരു ഇസ്ലാം കൺട്രിയിൽ ഒരു ഇസ്ലാമിന് റിലീജിയസ് പെർസിക്യൂഷൻ നേരിടേണ്ടി വരും ഇല്ല. അതൊരു കോമൺ ലോ ആണ്. അപ്പം പക്ഷെ അവിടുത്തെ മൈനോറിറ്റീസിന് അത് നേരിടേണ്ടി വന്നിട്ട് നിരവധി ആളുകൾ ഡൽഹിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അവരെയൊക്കെ എങ്ങനെ നടക്കുന്നത്, അവരുടെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല, സ്കൂളിൽ പോയി ചേർക്കണമെങ്കിൽ നമ്മൾ ബർത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കണം, ആധാർ കൊടുക്കണം, റേഷൻ കാർഡ് കൊടുക്കണം, ഭക്ഷണം കിട്ടണമെങ്കിൽ പോലും ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട് സൗജന്യമായിട്ട്. അത് വാങ്ങണമെങ്കിൽ പോലും ഈ രേഖ ഉണ്ട്. ഈ രേഖ ഇല്ലാത്ത മനുഷ്യൻ പോലും അല്ലാതെ ഈ ആളുകൾ നിൽക്കുന്ന സമയത്ത് അവർക്ക് നമ്മൾ കൊടുക്കണ്ടേ? അത് നമ്മളുടെ കടമയല്ലേ? അതെ. പിന്നെ നമ്മുടെ എന്താ കുറെ നമ്മുടെ സിറ്റിസൺ ആണെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. നമ്മുടെ ഈ കേരളത്തിൽ തന്നെ നിരവധി കുറ്റകൃത്യങ്ങൾ നടക്കുക. നമ്മളിപ്പോൾ എല്ലാവരും ജനറലൈസ് ചെയ്ത് ബംഗാളി എന്ന് പറയും. അതിൽ തന്നെ ബംഗ്ലാദേശിൽ നിന്നൊക്കെ വന്നിട്ടുള്ള കുറെ ആളുകളുണ്ട്. ഇപ്പൊ കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, ഞങ്ങളിതിവിടെ ഞങ്ങളുടെ നിലപാടാണ് പാർട്ടിയുടെ മറ്റേ ആട് 2-ല് ഹക്കീം പറയുന്ന കണക്ക് നമ്മളിവിടെ എന്ത് ചെയ്താലും ഇത് നടത്താൻ അനുവദിക്കത്തില്ലെന്ന്. എന്നിട്ട് ആദ്യം അതിന്റെ റിപ്പോർട്ട് ഡീറ്റെയിൽസ് ഇനാക്ടിവേറ്റ് ചെയ്തത് കൊല്ലത്ത് നടത്തി, കേരളത്തിൽ നടത്തി, അതിന്റെ ഡീറ്റെയിൽസ് മൊത്തം കേന്ദ്ര ഗവൺമെന്റ് അയച്ചു കൊടുത്തത് കേരളത്തിൽ. ഇതൊന്നും ആരെയും എല്ലാവർക്കും നമ്മുടെ ഓരോ നിയമം എൻഷുർ ചെയ്യുന്നത് തന്നെ പ്രഷർ ടു ദ മാക്സിമം എന്നാണ്. പിന്നെ എല്ലാവർക്കും പരമാവധി ആളുകൾക്ക് നീതി ഉറപ്പാക്കുക. പിന്നെ ആർക്കെങ്കിലും നീതി നിഷേധം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദേ ക്യാൻ അപ്രോച്ച് ജുഡീഷ്യറി. നിയമപരമായ ഏത് വയലേഷനെ, ഏത് ലീഗൽ റൈറ്റിനെ, ഫണ്ടമെന്റൽ റൈറ്റ് വയലേഷനെ കോടതിയിൽ നിന്ന് അവർക്ക് നീതി ഉറപ്പാണ്. ഇപ്പോൾ പലപ്പോഴായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ഏത് രാഷ്ട്രീയ പാർട്ടി ആയേക്കാളും അതിൽ വരുന്ന ലീഡേഴ്സിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. ലൈക്ക് ചിലപ്പോൾ അവർ വന്നിട്ട് വാർത്താ സമ്മേളനത്തിൽ വന്നിരുന്നിട്ട് ഓരോന്ന് പറയുമ്പോഴും അത് മണ്ടത്തരായി പോകുന്നു, ഇവരുടെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ടാണ്, അല്ലെങ്കിൽ എഡ്യൂക്കേറ്റഡ് ആയ ലീഡേഴ്സ് വരണം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ താങ്കളുടെ അഭിപ്രായം എന്താണ്? എക്സ്പീരിയൻസ് പേഴ്സണലി ഞാൻ പറയുന്നത്, എഡ്യൂക്കേഷൻ ഒരാളിപ്പോൾ എന്താ പറയുക, ഇപ്പം നമ്മൾ കോളേജിൽ പോയിട്ട് 10-15 കൊല്ലം പഠിച്ചു എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്താ ഒരു ഔറ ഉണ്ടാവണമെന്നോ, ഒരു പകുതിരും ഉണ്ടാവണമെന്നോ, വിവേകം ഉണ്ടാവണമെന്നോ, വിഷൻ ഉണ്ടാവണമെന്നോ ഒന്നും യാതൊരു നിർബന്ധമില്ല. പക്ഷെ ചില ഒരു പരിജ്ഞാനം ഉണ്ടായിരിക്കണം, എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. നമുക്കറിയാം, ഔദ്യോഗിക വിദ്യാഭ്യാസം ഇല്ലാതെ നമ്മുടെ ഈ കേരളത്തെയും ഈ രാജ്യത്തെ പോലും മുന്നോട്ട് നയിച്ച വളരെ നേതാക്കന്മാരുണ്ടായിരുന്നു ഈ സ്ഥലത്ത്. ഇറസ്പെക്റ്റീവ് ഓഫ് പൊളിറ്റിക്സ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ കെ കരുണാകരനെ ഒക്കെ നമുക്ക് എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷ് സ്പീച്ചുകൾ കേരള നിയമസഭയിൽ മുഴങ്ങിയിട്ടുള്ളതാണ്. ഈ ക്വസ്റ്റ്യൻ റെസ്പെക്റ്റീവ് ഓഫ് പൊളിറ്റിക്സ് ആയതുകൊണ്ട് ആൻസർ റെസ്പെക്റ്റീവ് ഓഫ് പൊളിറ്റിക്സ് ആണ്. അപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ ഉദാഹരണം പറഞ്ഞതാണ്. അദ്ദേഹം 3ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളതെന്നാണ് എൻ്റെ ഒരു ധാരണ. മേ ബി തെറ്റായിരിക്കാം. പക്ഷെ അദ്ദേഹത്തിന് ഇംഗ്ലീഷ് സ്പീച്ചുകൾ ആ സമയത്ത് അദ്ദേഹം നടത്തിയിട്ടുള്ള ഇംഗ്ലീഷ് സ്പീച്ചുകൾ ഇപ്പോഴും നമുക്ക് യൂട്യൂബുകളിലൊക്കെ സെർച്ച് ചെയ്യാം. അപ്പം അതൊരു ക്രൈറ്റീരിയ അല്ല. പിന്നെ വിഷണറി ലീഡേഴ്സ് ഉണ്ടാവും പൊളിറ്റിക്സിൽ എപ്പോഴും. ഇപ്പം ഒരു സിറ്റിസൺ ഇന്ന് ജീവിക്കുകയാണെങ്കിൽ ഒരു വിഷണറി ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യൻ ചിന്തിക്കേണ്ടത് 2050 നമ്മുടെ സ്റ്റേറ്റ് എങ്ങനെ ആയിരിക്കണം, ഈ കൺട്രി എങ്ങനെ ആയിരിക്കണം എന്നാണ്. അതാണ് അതിനകത്തുള്ളൊരു വ്യത്യാസം. ഇപ്പം ഈ പൊതുവെ പിന്നെ പറയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ BJP ലീഡേഴ്സിൽ എല്ലാവരും അല്ല, ചിലവർ പറയുന്ന ഭയങ്കരമായിട്ട് ഹിന്ദു ഐഡിയോളജി ഇതാക്കിയിട്ട് ബ്ലൈൻഡായിട്ട് കുറേ കാര്യങ്ങൾ സംസാരിച്ചിട്ട് ഭയങ്കര കോൺട്രവേഴ്സി ആയിട്ടുണ്ട് ചില ലീഡേഴ്സ്.
അപ്പോൾ അവിടെ അവർ ആകെ മൊത്തം നോക്കുന്നത് ഹിന്ദു ഐഡിയോളജിയും മുസ്ലിം ഹെയ്റ്റും എന്നുള്ള രീതിയിലാണ്. എല്ലാ ലീഡേഴ്സും അല്ല, ചില ലീഡേഴ്സ്. അപ്പോൾ അങ്ങനത്തെ ഒരു മനോഭാവം മാറിയിട്ട് ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും ഒരു കോമൺ ആയിട്ടുള്ള നന്മ എന്നുള്ള രീതിയിലേക്ക് എല്ലാവരും ചിന്തിച്ചു തുടങ്ങണം എന്ന് തോന്നിയിട്ടുണ്ടോ? ബേസിക്കലി നമ്മുടെ ഇപ്പം ഈ ഇന്റർവ്യൂ ഇത്ര ലെങ്തി ആയി ടൈമിൽ കൊടുത്തു, ഇതിനകത്തിലെ ഒരു 30 സെക്കൻഡ് എടുത്തു കഴിഞ്ഞാൽ ഇത് മാത്രം നിങ്ങൾ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഞാനൊരു റിലീജിയസ് ഹേറ്റ് ചെയ്ത് സംസാരിക്കുന്നു എന്നുള്ള തരത്തിലേക്ക് വേണമെങ്കിൽ അത് മാത്രമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. 2 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിന്റെ ഇപ്പൊ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഈശ്വരന്മാരോ അല്ലെങ്കിൽ ദൈവ രീതിയിൽ സങ്കല്പിക്കുന്ന ആളുകൾ പോലും ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും എടുത്ത് നോക്കുമ്പോൾ അതിന്റെ പാർട്ട് മാത്രം നോക്കുമ്പോൾ വില്ലന്മാരാണ്. അപ്പൊ ഒരു പാർട്ട് മാത്രം കേൾക്കാം, അത് എന്തിനും ഒരു മീഡിയ പ്രൊപ്പഗൻഡയുടെ ഭാഗമായിട്ട് അത് സ്പ്രെഡ് ചെയ്താണ്, വിത്ത് ഇന്റൻഷൻ അങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നതാണ്. മുഴുവൻ കേൾക്കുന്ന സമയത്ത് മാറും. BJP സബ്കാ സാത്ത് സബ്കാ വികാസ് സബ്കാ വിശ്വാസ്. ഓക്കെ, അപ്പം ഞാൻ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഇത് തികച്ചും പേഴ്സണൽ ക്വസ്റ്റ്യൻ ആണ്. താങ്കൾ ഒരു BJP ആക്ടിവിസ്റ്റും കൂടിയാണല്ലോ. അപ്പോൾ ഇപ്പം ഈ പറയുന്ന കാര്യങ്ങൾ BJPനെ സപ്പോർട്ട് ചെയ്ത് അതുകൊണ്ട് ലൈക്ക് BJP ആക്ടിവിസ്റ്റ് ആയതുകൊണ്ടാണ് താങ്കൾ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു എന്ന രീതിയിലുള്ള ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ക്രിറ്റിസിസം നേരിട്ടിട്ടുണ്ടോ? ഞാൻ എന്തുകൊണ്ട് ക്രിട്ടിസൈസ് ചെയ്യപ്പെട്ടുകൂടാ? ക്രിട്ടിസൈസ് ചെയ്യണം. ഞാനീ പറയുന്നത് ഞാൻ മാത്രം ഈ പറയുന്നത് ശരിയാണെന്ന് പറഞ്ഞിട്ടല്ല ഞാൻ പറയുന്നത്. ഞാനീ പറയുന്ന പോയിന്റ് നിങ്ങൾ ചിന്തിക്കുക, അല്ലെങ്കിൽ ഈ പോയിന്റ് കൂടി നിങ്ങൾ ചിന്തിക്കുക. എന്നിട്ട് നിങ്ങളുടെ കാഴ്ചപ്പാടും ഈ പോയിന്റ് ചിന്തിക്കുമ്പോൾ ഇന്ന് ഗൂഗിളിലോ മെയിലും ChatGPT ഒക്കെ അവൈലബിൾ ആണ്. ഞാൻ ഈ പറയുന്ന സാധനങ്ങൾ ഗൂഗിളിൽ ചെയ്യുക, ChatGPT ചെയ്ത് നോക്കാം. അതിൽ എന്തെങ്കിലും വസ്തുത ഉണ്ടെങ്കിൽ മാത്രം വിശ്വസിച്ചാൽ മതി. ഇത്ര നേരം ഞങ്ങളൊപ്പം ടൈം സ്പെൻഡ് ചെയ്തതിന് നന്ദി. കുറേ കാര്യങ്ങളും കുറേ സത്യാവസ്ഥ എല്ലാം ഞങ്ങളായിട്ട് ഡിസ്കസ് ചെയ്തു. അതും ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ആൾക്കാർ ചിന്തിച്ച് തുടങ്ങുന്ന സമയമായിരിക്കുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇത്ര ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് ഇതുപോലെയുള്ള കാര്യങ്ങൾ കോമൺ ആളുകളിലേക്ക് ഒരു ചർച്ച ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട് ഈ 2 പോയിന്റ് ഓഫ് വ്യൂ, നമ്മുടെ 2 ആളുടെ പോയിന്റ് ഓഫ് വ്യൂ ഇതിലേക്ക് എത്താൻ വേണ്ടി ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് നിങ്ങൾക്കും എൻ്റെ ഒരു താങ്ക്സ്.